ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. ദൈവകൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശ്വര ഏറ്റവും സ്നേഹമുള്ള സഹോദരരെ, നമ്മുടെ ഓൺലൈൻ ധ്യാനത്തിൻ്റെ 100ാമത്തെ സെഷനിലേക്ക് നല്ല ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുകയാണ്. 3ാം പ്രമാണത്തെക്കുറിച്ചുള്ള 30ാമത്തെ സെഷനുമാണല്ലോ ഇത്. നമുക്ക് നല്ല ദൈവത്തെ ഹൃദയപൂർവ്വം നന്ദി പറയാം. തമ്പുരാൻ്റെ പക്കൽ നിന്നും ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ ഈ കഴിഞ്ഞ 100 ദിവസങ്ങളിലൂടെ സ്വീകരിച്ചിട്ടുണ്ട്. ഈ 99 ദിവസങ്ങളിലൂടെ. അതിനു മുമ്പ് നമ്മൾ 18 ദിവസം തുടർച്ചയായിട്ട് കൊറോണ ബാധയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ 18 ദിവസം നമ്മൾ എടുത്തതുമാണല്ലോ. ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മൾ തമ്പുരാൻ്റെ പക്കൽ നിന്ന് പ്രാപിച്ച ദിവസങ്ങളാണിത്. ഈ അവസരത്തിൽ നമുക്ക് ചിന്തിക്കേണ്ടത് ലൂക്കാ 12 അന്ത്യത്താഴ വേളയിലേക്ക് ഈശോ പറയുന്ന പോലെ ദൈവികമായ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ അറിയും തോറും നമുക്ക് ഉത്തരവാദിത്വം കൂടുകയാണ്. അറിഞ്ഞിട്ടില്ലാത്തവരെ പോലും നടക്കാനായിട്ട് നമുക്കിനി അവകാശമില്ല. തമ്പുരാൻ വന്ന് ഈശോ പറഞ്ഞില്ല, ഞാൻ വന്നവിടെ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ അവർക്ക് പാപമുണ്ടാകുമായിരുന്നില്ല. ഇപ്പോഴാകട്ടെ ഞാൻ വന്നു സംസാരിച്ചു, ഇനി അവരുടെ പാപത്തെക്കുറിച്ച് അവർക്ക് ഒഴികഴിവില്ല. താഴെവിടെ ഈശോ പറയുന്നത് നമ്മൾ വായിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 15-ാമത്തെ അധ്യായത്തിൽ 22-ാമത്തെ തിരുവചനം. ഈശോ ഈ 100 ദിവസം 112 ദിവസങ്ങളിലൂടെ ഒരുപാട് കാര്യം നമ്മൾ സംസാരിച്ചു. നമ്മളതെല്ലാം അറിഞ്ഞു. ഇത് നമുക്ക് അറിഞ്ഞിട്ടില്ലാതിരുന്നവരെ പോലെ നമുക്ക് പെരുമാറാൻ പറ്റുകയില്ല. ലൂക്കാ 12 നമ്മൾ ആവർത്തിച്ച് കണ്ടുള്ള വചനഭാഗമാണല്ലോ. യജമാന്റെ ഹിതം എന്താണെന്ന് അറിഞ്ഞിട്ടും അതനുസരിക്കുകയോ അതിനായിട്ട് ഒരുങ്ങുകയെങ്കിലോ ചെയ്യാത്ത ഭൃത്യൻ കഠിനമായി പ്രഹരിക്കപ്പെടും. അപ്പോൾ നമ്മൾ ഒരുപാട് ലഭിച്ചവരാണ് ദിവസങ്ങളിൽ. യജമാന്റെ ഹിതം നല്ല അറിഞ്ഞവരാണ്. അതുകൊണ്ട് അതനുസരിച്ച് നമുക്ക് ഇത് അനുവർത്തിക്കാനുള്ള ചുമതലയുണ്ട്. അധികം ലഭിച്ചവരിൽ നിന്നും അധികം ആവശ്യപ്പെടും, അധികം ഏൽപ്പിക്കപ്പെട്ടവരോട് അധികം ചോദിക്കും. ലൂക്കാ 12 47-48 തിരുവചനങ്ങളും. ആ ഒരു ഗൗരവത്തിൻ്റെ അവബോധം നമുക്ക് എടുക്കാൻ സ്നേഹമുള്ളവരെ ഈ 100ാമത്തെ സെഷനിലേക്ക് നമ്മൾ വന്ന് ഈശ്വര തൃപ്പാദങ്ങളിൽ ഇരിക്കുമ്പോൾ നമ്മൾ 1ാം പ്രമാണത്തെക്കുറിച്ചുള്ള വിചിന്തനത്തിലാണല്ലോ ആയിരിക്കുന്നത്. സ്വർഗ വീട്ടിലേക്ക് നമ്മൾ നോക്കുകയാണ്. സ്വർഗ വീടിനായിട്ട് നമ്മൾ ഒരുങ്ങുകയാണ്. സാപത്തിൻ്റെ പ്രധാനപ്പെട്ട ചൈതന്യം അതാണ് നമ്മൾ കണ്ടു. ആ സ്വർഗ വീട്ടിലെ അമ്മ, നമുക്ക് വേണ്ടി ദൈവം നൽകിയ സ്വർഗീയ അമ്മ, ഭൂമിയിൽ നിന്നുള്ള നസ്രത്തിലെ മേരി, ആ അമ്മയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം സ്ഥാനം യഥാർത്ഥത്തിലുണ്ട്. അമ്മ എന്തുമാത്രം നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാകാൻ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്, ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പറഞ്ഞു, യോഹന്നാനെ നോക്കിയതാ നിന്റെ അമ്മ. അപ്പോൾ ആ ക്ഷണം തന്നെ യോഹന്നാൻ അമ്മയെ തൻ്റെ വീട്ടിൽ സ്വീകരിച്ചു എന്ന് നമ്മൾ കണ്ടതാണ്. അതാണ് ഈശോയുടെ മനസ്സ്. ഈശോ ആഗ്രഹിക്കുന്നത് പരിശുദ്ധ അമ്മയെ
നമ്മുടെ വീടുകളിൽ നമ്മൾ സ്വീകരിക്കണം. യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിലെ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ ആ സംഭവം നമുക്കെല്ലാവർക്കും വളരെ ഹൃദയസ്ഥമാണല്ലോ. ആ വീടിനെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം നമുക്കറിയാം. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും ഇത് ക്ഷണിക്കപ്പെട്ടിരുന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അങ്ങോട്ടാണ് ഈശോ ശിഷ്യന്മാർ ക്ഷണിക്കപ്പെടുന്നത്. അപ്പോൾ അമ്മയും ക്ഷണിക്കപ്പെട്ടിരിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. അമ്മ വീട്ടിലെ അംഗമാണ്, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടേക്ക് ഈശോ കടന്നു വരികയാണ് ക്ഷണിക്കപ്പെട്ടിട്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ക്ഷണിച്ച് കയറ്റേണ്ട ഒരു പുറത്തുനിന്നുള്ള ആളല്ല, നമ്മുടെ വീടിൻ്റെ അകത്തെ ആളാണ് അമ്മ. നമ്മുടെ വീടിനുള്ളിൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അമ്മ മാറണം. അമ്മയുടെ സാന്നിധ്യം വരുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്നും ഈ കാനായിലെ കല്യാണം വരെ നമുക്ക് കാണിച്ചത് നമുക്കറിയാം. നമ്മളെപ്പോഴും ചിന്തിച്ച് ധ്യാനിച്ചെടുക്കുന്ന അതിൻ്റെ ഭാഗമാണല്ലോ. അവൻ പറയുന്ന പോലെ ചെയ്യുക, അതാണ് അമ്മ എപ്പോഴും പറയുന്നത്. ഈശോ പറയുന്ന പോലെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ വലിയ സമൃദ്ധി ഉണ്ടാകുന്നു, സകല അസുഖങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നു. വീഞ്ഞ് തീർന്നു പോകുന്ന വല്ലായ്മ, ഇല്ലായ്മ, ആ അവസ്ഥയിൽ നിന്നും നല്ല വീര്യമുള്ള ഒന്നാന്തരം വീഞ്ഞ് വിളമ്പുന്ന വിവാഹ വിരുന്നിൻ്റെ കരുത്തും സന്തോഷവും ആവേശവും ആ അവസ്ഥയിലേക്ക് കുടുംബം പെട്ടെന്ന് മാറി വരികയാണ്. അത് ഈശോ പറഞ്ഞ പോലെ ചെയ്യുമ്പോഴാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സകല വിജയത്തിൻ്റെയും കരുത്തിൻ്റെയും അടിസ്ഥാനം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. നമ്മൾ 10 പ്രമാണങ്ങളുടെ വിചിന്തനത്തിലാണല്ലോ 3-ാം പ്രമാണത്തിൽ ഇപ്പം നിൽക്കുന്നത്. ഈ 10 പ്രമാണങ്ങൾ മുഴുവൻ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് കാണിച്ചു തരുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പന്നിക്കൂട്ടിൽ നിന്നും അപ്പൻ്റെ വീട്ടിലേക്ക് ധൂർത്തപുത്രൻ എണീറ്റ് വന്ന പോലെയുള്ള വരവ്. ചെന്നായിക്കൂട്ടിൽ നിന്നും രക്ഷപ്പെടുത്തപ്പെട്ട കുട്ടി അപ്പൻ്റെ വീടിന് വേണ്ടി ഒരുങ്ങുന്നു. ആശുപത്രിയിൽ സഭയിലെ അംഗങ്ങളായിരുന്നവർ നമ്മളെല്ലാം കണ്ട കാര്യങ്ങളാണ്. ആ ഒരുക്കത്തിൽ നമ്മളെ സഹായിക്കുന്ന മാർഗനിർദ്ദേശങ്ങളാണ് 10 കൽപ്പനകൾ. അത് ദൈവം നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കാനായിലെ കല്യാണ വീട്ടിൽ അമ്മ ഈ ആൾക്കാരോട്, ജോലിക്കാരോട് അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് ആവശ്യപ്പെടുമ്പോൾ അതിൻ്റെ ഒരു വിശാലമായ അർത്ഥം എന്താണ്? ഈ 10 കൽപ്പനകളിൽ കാണുന്ന പോലെ ചെയ്യുക. 10 കൽപ്പനകൾ വഴി ദൈവം അനുശാസിക്കുന്നത് നിങ്ങൾ ചെയ്തേ, അപ്പോൾ എല്ലാം ഭംഗിയാകും. അതാണ് അമ്മ പറയുന്നത്. യഥാർത്ഥത്തിൽ ആ ഒരു അനുഭവത്തിലൂടെ അമ്മ നമ്മളെ കൈപിടിച്ച് കൊണ്ടുപോവുകയാണ്. നമ്മൾ ഈ സെഷനുകളെല്ലാം ആരംഭിച്ചത് 3 പ്രാവശ്യം നന്മ നിറഞ്ഞ മറിയമേ, അല്ല ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് അമ്മയെ വിളിച്ചുകൊണ്ടാണ്. ചിലപ്പോഴൊക്കെ ചോദിക്കാറുണ്ട്, അച്ഛൻ എന്തുകൊണ്ടാണ് ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് ചൊല്ലുന്നത്? നന്മ നിറഞ്ഞ മറിയമേ അല്ലേ? ശരി, ഞാൻ അതേക്കുറിച്ച് ഇടയ്ക്കൂടെ സൂചിപ്പിച്ച കാര്യമാണ്. നന്മ നിറഞ്ഞ മറിയമേ നമ്മളെല്ലാം ചൊല്ലുന്നത് അങ്ങനെയാണ്. ഞാനും വീട്ടിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ മറ്റു പല സാഹചര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ ചൊല്ലും. പക്ഷേ വചനത്തിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം, കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി എന്നാണ് സ്വർഗം മാലാഖ അഭിവാദനം ചെയ്യുന്നത്. കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി. ഇംഗ്ലീഷ് ചെല്ലുമ്പോഴും ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, കൃപ നിറഞ്ഞ. അതാണ് കുറച്ചുകൂടെ ബിബ്ലിക്കൽ. നന്മയെന്ന് പറയുന്നത് കൃപയുടെ ഭാഗമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെപ്പറ്റി പറയുമ്പം 9 ഫലങ്ങൾ ഒരെണ്ണമാണ് നന്മ. ആ രീതിയിലും എടുക്കാം. അല്ലാതെ നന്മ നിറഞ്ഞവൻ ദൈവം എന്ന് പറയുമ്പോൾ എല്ലാ കൃപകളും നിറഞ്ഞ എന്ന അർത്ഥത്തിലും എടുക്കാൻ പറ്റും. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൻ്റെ നന്മയുടെ നിറവിൽ നിന്നും നന്മ പുറപ്പെടുവിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ നന്മയോടെ വരുന്നുണ്ട്. അങ്ങനെ എടുക്കാം. അതുകൊണ്ട് നന്മ നിറഞ്ഞ മറിയുമെന്ന് പ്രാർത്ഥനിക്കാത്ത അഭംഗിയൊന്നുമില്ല, പോരായ്മയൊന്നുമില്ല. ഇങ്ങനെ കുറച്ചുകൂടെ നമ്മൾ ബോധ്യപ്പെട്ട് ഉപയോഗിക്കുമ്പോൾ കൃപ നിറഞ്ഞ മറിയമേ എന്നുള്ളത് എനിക്കത് ചൊല്ലാൻ ഇഷ്ടം. ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്നാണ്, ഞാൻ അങ്ങനെ ചൊല്ലുന്നു. അത് പൊതുവായിട്ട് ഈ ഒരു ബോധ്യം ഇല്ലാത്ത ഗ്രൂപ്പിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പം നന്മ നിറഞ്ഞ മറിയമേ എന്ന് തന്നെ ഞാൻ ചൊല്ലും. അത് പോരായ്മയൊന്നുമില്ല. അത് നമ്മൾ ദുശാഠ്യത്തിൻ്റെയോ തർക്കത്തിൻ്റെയോ ഒന്നും വിഷയമല്ല. അപ്പം നമ്മൾ ഈ സെഷനുകളെല്ലാം ഇങ്ങനെ 3 പ്രാവശ്യം ഈ ദൈവകൃപ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞ അമ്മയെ വിളിച്ചുകൊണ്ടാണ് ആരംഭിച്ചത്. ഈ 3 ചൊല്ലുന്നതിന് കാരണം ഞാൻ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ, മറന്നുപോയോ? നമ്മുടെ സ്നേഹബഹുമാനപ്പെട്ട നയിക്കും പറമ്പിലച്ഛൻ ചെയ്യുന്നൊരു കാര്യം അച്ഛൻ എന്നെ വിശദീകരിച്ചു തന്നത് എൻ്റെ ഉള്ളിൽ പതിഞ്ഞതാണ്. അൻ ആപ്പിൾ എ ഡേ കീപ്സ് ദ ഡോക്ടർ എവേ എന്നൊരു ചൊല്ലുണ്ട് ഇംഗ്ലീഷിൽ. ദിവസം ഒരു ആപ്പിൾ കഴിക്കാമെങ്കിൽ ഡോക്ടറുടെ പക്കൽ പോകേണ്ടി വരും, ഡോക്ടർ വീട്ടിൽ കയറിയല്ല. എന്ന് വെച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും, ആരോഗ്യം ഉണ്ടാവുമെന്നാണ്. എന്ന് പറഞ്ഞ പോലെ നയിക്കുമ്പറവച്ചൻ പറഞ്ഞൊരു കാര്യമാണ്, 3 ഹെയിൽ മേരി കീപ്സ് ദ ഡെവിൾ എവേ. 3 പ്രാവശ്യം നന്മ നിറഞ്ഞവരെ ചൊല്ലുമ്പോൾ സാത്താൻ മാറി നിൽക്കും, അവൻ എടുക്കാൻ പറ്റുകയാണ്.
അതെനിക്ക് വലിയൊരു ബോധ്യവും അനുഭവമാണ്. അവിടെ ഞാൻ എൻ്റെ ടോക്കുകളെല്ലാം എടുക്കുമ്പോൾ ധ്യാനം നടക്കുമ്പോൾ എല്ലാം 3 നന്മ നിറഞ്ഞ മറിയും ചൊല്ലിക്കൊണ്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 100-ാം ദിവസമായിട്ട് ഇന്ന് നിൽക്കുമ്പോൾ നമ്മൾ അമ്മയെ പറ്റി തന്നെ ചിന്തിക്കുന്നു. നമ്മൾ യഥാർത്ഥത്തിൽ ഈ 100 ദിവസം നമ്മൾ അമ്മയുടെ കൈക്ക് പിടിച്ചാണ് ഈശ്വരപാദങ്ങളിൽ ഇരുന്നത്. 3 ദിവസം നന്മ നിറഞ്ഞ മറിയെ ചൊല്ലിക്കൊണ്ടും അമ്മയുടെ വിമല ഹൃദയത്തിൽ ഓരോ ദിവസം നമ്മൾ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. അമ്മയുടെ വിമല ഹൃദയത്തിനകത്ത് നമ്മളായിരിക്കണം. അത്ര മനോഹരമാണ്. അമ്മയുടെ ശക്തമായ സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 10 പ്രമാണങ്ങളിലൂടെ അതൊരു അമ്മ തന്നെ നമ്മൾ പറയുന്ന കാലിനെ കല്ലിട്ട് പറഞ്ഞ പോലെ തന്നെ അവൻ പറയുന്ന പോലെ ചെയ്തേ, അവൻ പറയുന്ന പോലെ. അപ്പോൾ എല്ലാത്തിനും ഉത്തരവുണ്ടാകും. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ദൈവം മോശയ്ക്ക് കൊടുത്ത 10 കൽപ്പനകളിലൂടെ അവിടുന്ന് എന്താണ് പറഞ്ഞത് എന്നുള്ളത്. നമ്മൾ ഈ ഒരു ഓൺലൈൻ ധ്യാനത്തിലേക്ക് കടന്ന് വരുന്നതിന് മുമ്പ് നടത്തിയതായ കൊറോണ ബാധയുടെ മേൽ ദൈവശക്തി വ്യാപരിക്കുന്നു എന്നുള്ള ഒരു 18 ദിവസത്തെ സെഷൻ, അതിനകത്ത് നമ്മൾ അവസാനം വന്നപ്പോൾ മാതാവിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ടാണല്ലോ സമാപിപ്പിച്ചത്, ഓർമ്മിക്കുന്നുണ്ടാവും. ഞാൻ ആ ഒരു പങ്കുവെക്കലിനകത്ത് നാഷണൽ ജിയോഗ്രഫിയുടെ എന്ന മാസികയുടെ ഈ ഒരു ലക്കം കാണിച്ചത് നിങ്ങൾ കുറച്ചൊരു ഓർമ്മിക്കുന്നുണ്ടാവും. ഇത് 2015 ആണ്ടിൽ ഡിസംബർ മാസത്തിലെ ഈ നാഷണൽ ജിയോഗ്രഫി മാസികയുടെ ലക്കമാണ്. ഈ ലക്കത്തിൻ്റെ ഹെഡിങ് അവർ കൊടുത്തിരിക്കുന്നത് മേരി എന്നാണ്. ഞാൻ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ട്. അത് കുറച്ച് പേര് ഒരു ചെറിയ വിശദീകരണ ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. തലക്കെട്ട് ദി മോസ്റ്റ് പവർഫുൾ വുമൺ ഇൻ ദ വേൾഡ്, ലോകത്തിലെ ഏറ്റവും ശക്തയായ സ്ത്രീ എന്നാണ് അമ്മയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അമ്മയുടെ ഒരു ചിത്രവും അവർ കൊടുത്തിരിക്കുകയാണ്. ഇത് ലോകത്തിലെ വളരെ പ്രസിദ്ധമായ ഒരു പ്രസ്ഥാനമാണ് നാഷണൽ ജിയോഗ്രഫി. നമുക്കറിയാം ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. വളരെ തലയെടുപ്പോടെ നിൽക്കുന്ന ഒരു പ്രസ്ഥാനം. അവരുടെ മാസികയാണിത്. അതിൽ ഈ ഒരു ലക്കത്തിൽ അവർ ഒരു പഠനം നടത്തി അതിൻ്റെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. മനുഷ്യവർഗത്തിലെ അല്ല ലോക ചരിത്രത്തിലെ ഏറ്റവും ശക്തയായ സ്ത്രീ ആരാണ്? അത് ഒരു പഠനം. ഇതൊരു സെക്കുലർ അല്ലെങ്കിൽ മതപരമായ ഒരു മാസികയല്ല, ആരിതിലെ പഠനമല്ല. സെക്കുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭൗതികമായ രീതിയിലുള്ള ഒരു മാസിക പ്രസിദ്ധീകരണമാണ്. അവർ പക്ഷേ ഒരു പഠനം നടത്തുന്നത് ഈ മനുഷ്യത്തിൽ ഏറ്റവും ശക്തയായ സ്ത്രീ ആരാണ്. ആ ഒരു അന്വേഷണത്തിൽ അവർ പക്ഷെ കണ്ടെത്തിയത് നമ്മുടെ പരിശുദ്ധ കന്യകാമറിയത്തെയാണ്, നസ്രത്തിലെ മേരിയാണ്. അത് വലിയൊരു സന്തോഷത്തിൻ്റെ, ആഹ്ലാദത്തിൻ്റെ, അഭിമാനത്തിൻ്റെ വിഷയമാണ്. അതൊരു യാഥാർത്ഥ്യവുമാണ്. ഇത് വെറുതെ ഒരു ഭക്തി രീതിയിൽ അല്ല ഈ കാര്യം അവതരിപ്പിക്കുന്നത്. ഈ മാസികക്കകത്ത് അവരിങ്ങനെ പേജുകൾ ഈ ഒരു കണ്ടുപിടുത്തത്തിന് കാരണമായിട്ട് ഉള്ള വിഷയങ്ങൾ അവർ പങ്കുവെക്കുന്നുണ്ട്. ഒരുപാട് പേജുകൾ പങ്കുവെക്കുന്നുണ്ട്. അതിനകത്ത് എനിക്ക് വളരെ ഉൾക്കാഴ്ച പകർന്ന, വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയ ഒരു കാര്യം എന്നോട് നേരത്തെ പങ്കുവെച്ചാണിത്. നേരത്തെ സെഷനിൽ ഇവർ ഇതിനകത്ത് 2 പേജ് ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചിത്രം കൊടുത്തിരിക്കുകയാണ്. ഒരു ഭൂപടം, ലോകം മുഴുവൻ്റെ ചിത്രം, ഭൂപടമാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ലോകത്തിലെ രാഷ്ട്രങ്ങളെല്ലാം അവർ കാണിച്ചിരിക്കുന്നു. ആ രാഷ്ട്രങ്ങളിൽ കാണിക്കുമ്പോൾ അതിൻ്റെ മേലെ ഇങ്ങനെ ചെറിയ വെളിച്ചങ്ങൾ, ലൈറ്റുകൾ പൊട്ട് പോലെ കൊടുത്തിട്ടുണ്ട്. അത് 2-3 നിറത്തിലാണ് കൊടുത്തിരിക്കുന്നത്. മഞ്ഞയും ചുവപ്പും നീലയോ വെള്ള അങ്ങനെ പല നിറത്തിലാണ്. ഏറ്റവും അടിയിലായിട്ടൊരു ഗ്രാഫ് പോലെ വർഷങ്ങൾ കൊടുത്തിട്ടുണ്ട്. പൊങ്ങി നിൽക്കുന്ന ചില ഗ്രാഫുകൾ കാണാനായിട്ട് പറ്റും. അതുവഴിയായിട്ട് ഇവർ പറയുന്നത് പരിശുദ്ധ അമ്മ ലോകത്തില് പല ഭാഗങ്ങളിൽ മനുഷ്യ മക്കളോട് ഒരുപാട് അവസരങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, ഇപ്പോഴും ഇടപെടുന്നുണ്ട്. 20 നൂറ്റാണ്ട് മുമ്പ് പാലസ്തീനായി ജീവിച്ച് ഈശോ എന്ന വ്യക്തിക്ക് ജന്മം കൊടുത്ത് പിന്നെ മരിച്ച് കടന്നുപോയി. ഇന്ന് ക്രിസ്തുമതത്തിനകത്ത് അമ്മയായിട്ട് അറിയപ്പെടുന്ന ഒരു സ്ത്രീ, അതിനുപരി മനുഷ്യവർഗം മുഴുവനെയും ശക്തമായിട്ട് അന്ന് മുതൽ ഇതുവരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, സ്ത്രീ. അങ്ങനത്തെ ഒരു ചിത്രം മേരിയെ കുറിച്ച് ഇവർ കണ്ടെത്തിയിരിക്കുകയാണ്. അതിന് അടിസ്ഥാനമായിട്ട് അവർ കണ്ടെത്തിയ കാര്യങ്ങൾ ഇവിടെ ഈ ചിത്രത്തിനകത്തോട് അവർ അവതരിപ്പിച്ചിരിക്കുന്നത്, മാതാവ് എവിടെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അതിൽ സഭ അംഗീകരിച്ച പ്രത്യക്ഷീകരണങ്ങൾ എത്ര എണ്ണമുണ്ട്.
പൊതുവെ സമൂഹത്തിൽ അംഗീകരിക്കപ്പെട്ട, ഔദ്യോഗിക അംഗീകാരം കിട്ടിയതല്ലെങ്കിൽ പോലും അംഗീകരിക്കപ്പെട്ട സംഭവങ്ങൾ എത്രയുണ്ട്, അല്ലെങ്കിൽ പരസ്യമായ സംഭവങ്ങൾ എത്രയുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആ സംഭവങ്ങൾ, അതിനുള്ള അംഗീകാരം, അവിടെ നടന്ന അത്ഭുതങ്ങൾ, അവിടെ ആവർത്തിച്ചുണ്ടായ വ്യത്യസ്തീകരണങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് പല ഗ്രേഡിൽ മാതാവിൻ്റെ പ്രതിഷ്ഠീകരണങ്ങളെ അവർ പെടുത്തിയിരിക്കുകയാണ്. അത് പല നിറത്തിലുള്ള ലൈറ്റുകൾ അവർ കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ പല കാലഘട്ടങ്ങളിൽ നടന്നിരിക്കുന്നതാണ് വർഷങ്ങൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പ്രതിഷ്ഠീകരണങ്ങളെല്ലാം വഴിയായിട്ട് അതിനകത്ത് ലൂർദ്, ഫാത്തിമായും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. ഞാൻ കിബേഹോ എന്ന് പറയുന്ന റുവാണ്ടൻ സ്ഥലത്ത് പരിശുദ്ധ അമ്മ പ്രതിഷ്ഠപ്പെട്ട ഒരു സംഭവം ഞാൻ 18 സൃഷ്ടനത്തിൻ്റെ അവസാനത്തിൽ പങ്കുവച്ചിരുന്നു. കുറച്ച് പേരെങ്കിലും അത് ശ്രദ്ധിച്ച് കാണും, അതൊക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഇതെല്ലാം വഴിയായിട്ട് തെളിവ് സഹിതമാണ് ഈ പുസ്തക പ്രസാധകർ, ലേഖനകർത്താവ് മാതാവാണ് ഈ മനുഷ്യത്തിൽ ഏറ്റവും ശക്തയായ സ്ത്രീ എന്ന് പറഞ്ഞ് സ്ഥാപിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നമ്മൾ വളരെ സന്തോഷത്തോടെ ഉള്ളിലേക്ക് എടുക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ സെഷനുകളിൽ കണ്ടു എബ്രാസ്യാമ്മയുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ ഇടപെടുന്നത്. അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇതിനകത്ത് വന്നിട്ടില്ലെന്ന് ഓർക്കണം. എന്തുമാത്രം വ്യക്തികളുടെ ജീവിതങ്ങളിൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് ഇങ്ങനെ നയിക്കുന്നുണ്ട്. അങ്ങനെ വ്യക്തിപരമായ മാതാവിൻ്റെ ഇടപെടലുകൾ ഈ രീതിയിൽ എണ്ണിയെടുത്തിട്ടില്ല. അല്ലാതെയുള്ള പരസ്യമായ സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. അത് തന്നെ ഇത്ര മാത്രമേ ഉള്ളത്. അപ്പോൾ മാതാവിൻ്റെ ഈ ഇടപെടൽ നമ്മൾ ഈ രീതിയിൽ ശ്രദ്ധേയമായ രീതിയിൽ നിരീക്ഷിക്കുമ്പോൾ നമ്മുടെ അമ്മ, എൻ്റെ അമ്മ ആരാണെന്ന് നമ്മൾ അറിയണം. ഇത്ര ശക്തയായ, നമ്മൾ പറയല്ലേ, സർവ്വസൈന്യാധിപയാണ് അമ്മ. സ്വർഗത്തിലെ അമ്മ ദൈവത്തിൻ്റെ അമ്മയായിട്ട് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നു. അത് ഭൂമിയിൽ പ്രഘോഷിക്കപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ മുമ്പിൽ സാത്താൻ്റെ സാമ്രാജ്യം മുഴുവനും തകരുന്നു. സാത്താൻ്റെ ഒന്നാമത് ശത്രു അമ്മയാണ്. ഈ അമ്മ ഇങ്ങനെ സ്വർഗത്തിൽ പോയി ഇങ്ങനെ വലിയ ഗാംഭീര്യത്തിൽ ഇരിക്കുന്ന ഒരു അമ്മയല്ല. മനുഷ്യമക്കളുടെ ഇടയിലേക്ക് എപ്പോഴും അമ്മ ഇറങ്ങി വരികയാണ്. ഇതുമാത്രം അവസരങ്ങളില്ല, ലോകത്തിലെ എല്ലാ ദേശങ്ങളിലും നാടുകളിലും. ഒരുപക്ഷെ അമ്മയെ അറിഞ്ഞിട്ടില്ലാത്ത ആൾക്കാരുടെ പക്കലേക്ക് പോലും അമ്മ ഇറങ്ങി വരുന്നുണ്ട്. ഇപ്പോൾ വേളാങ്കണ്ണി മാതാവിൻ്റെ ആ സംഭവ ചരിത്രം നമുക്കറിയാം. അവിടെ ക്രൈസ്തവരായ വ്യക്തികളുടെ പക്കലേക്ക് അല്ല അമ്മ വന്നത്. ക്രൈസ്തവർക്ക് വലിയ പ്രാമുഖ്യമുള്ള വിശ്വാസ ആഴത്തിന് വേരോടി കിടന്ന ഒരു സ്ഥലവും സാഹചര്യവും ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിലേക്ക് അമ്മ ഇറങ്ങി വന്നു, സംസാരിക്കുന്നു, പാലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നതിന് അടയാളം കാണിക്കുന്നു, അനേകർക്ക് രോഗശാന്തി കൊടുക്കുന്നു. അങ്ങനെ ആ നാട്ടിലെ ആളുകൾ അമ്മയെ തിരിച്ചറിയുന്നു. ആരോഗ്യ മാതാവ്, വേളാങ്കണ്ണി മാതാവ്, അങ്ങനെ അറിഞ്ഞ് എന്തുമാത്രം പേരാണ് ആ ഒരു വേളാങ്കണ്ണി തീർത്ഥാടന കേന്ദ്രത്തിലൂടെ അമ്മയെ അറിഞ്ഞ്, അമ്മയുടെ ദൈവത്തെ അറിഞ്ഞ് അങ്ങനെ അമ്മ ഇറങ്ങിച്ചെല്ലുന്നത് എബ്രാസ്യാമ്മയെ പോലെ അമ്മയ്ക്കായിട്ടുള്ളു തുറന്ന് ദൈവത്തിനെ സമർപ്പിച്ചിരിക്കുന്ന വ്യക്തി ജീവിതത്തിലേക്ക് മാത്രമല്ല, എട്ടും പൊട്ടും തിരിയാത്ത ആൾക്കാരുടെ പക്കലേക്ക്. നമുക്കറിയാം ലൂർദിലും ഫാത്തിമായിലും ഒക്കെ അത് കത്തോലിക്ക കുഞ്ഞുങ്ങളാണ് തിരഞ്ഞെടുത്തത് പ്രത്യക്ഷപ്പെടാൻ. പക്ഷെ എട്ടും പൊട്ടും അറിയാത്ത, തിരിയാത്ത, ഒരു വിദ്യാഭ്യാസവും ഇല്ലാത്ത, പ്രായത്തിലും വളർത്തിലും ഒന്നുമില്ലാത്ത കുഞ്ഞുങ്ങളുടെ പക്കലേക്ക് അമ്മയെത്തി. അത് ആവർത്തിച്ച് അമ്മ അവർക്ക് കാണപ്പെട്ടു. പടിപടിയായിട്ട് പറഞ്ഞു കൊടുത്തു. ഫാത്തിമാരൊക്കെ 6 പ്രാവശ്യം 6 മാസം ഓരോ ദിവസം വെച്ച് അതുവഴിയായിട്ട് ലോകത്തിന് മുഴുവൻ അമ്മ ശക്തമായ സന്ദേശങ്ങൾ കൊടുക്കുന്നു, ഇടപെടൽ കൊടുക്കുന്നു, സഹായം എത്തിക്കുന്നു. അമ്മയ്ക്ക് ഒരു ദിവസം സ്വർഗത്തിൽ ഇരിക്കാൻ നേരമില്ലെന്നുള്ളതാണ്. വീട്ടിലെ അമ്മമാരെ പറ്റി പറയുന്നത് അങ്ങനെയല്ലേ. അമ്മമാർക്ക് ഒരിക്കലും ഇരിക്കാൻ നേരമില്ല. നേരം വെളുക്കുന്നതിനും അവർ എണീക്കും. രാത്രി അവസാനം കിടക്കുന്നത് അവർ തന്നെയായിരിക്കും. എന്തുമാത്രമാണ് നടക്കുന്നത്, എത്ര കിലോമീറ്റർ നടക്കുന്നുണ്ടാവും ഒരു അമ്മ ഒരു വീട്ടിൽ. അതേപ്പറ്റിയൊക്കെ പല കണക്കുകളൊക്കെ പറയാറുണ്ട്. പക്ഷെ കാണാനൊന്നുമില്ല, പുറത്തോട്ട് ദൂരോട്ടൊന്നും പോകുന്നുമില്ല. എപ്പോഴും നടപ്പ്, വരയ്ക്കകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പടി ഇപ്പടി ഇങ്ങനെയല്ല. എപ്പോഴും പണിയോട് പണി. എന്നാൽ അവസാനം വരുമ്പോൾ കാണാനൊന്നുമില്ല. എല്ലാം വൃത്തിയാക്കി വെക്കലും, അലക്കിയെടുക്കലും, ഭക്ഷണം ഉണ്ടാക്കലും, എന്തെല്ലാം കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളെ പരിചരണവും ഭർത്താവിൻ്റെ കാര്യം നോക്കലും, അങ്ങനെ എല്ലാമായിട്ട് കുടുംബത്തിലായിരിക്കുന്ന ഒരു അമ്മ. നമുക്ക് സ്വർഗീയ അമ്മ തരുന്ന ചിത്രം അങ്ങനെ തന്നെയാണ്. അമ്മയ്ക്ക് ഒരുപാട് മക്കളുണ്ട്. അമ്മയുടെ മക്കളിൽ ശേഷിച്ചിരിക്കുന്നവർക്കത് യുദ്ധം ചെയ്യാനായിട്ട് സാത്താൻ സർപ്പം പുറപ്പെട്ടു. അത് പണിത്തിട്ട് നിലയുറപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു യുദ്ധം നടക്കുമ്പം അമ്മയുടെ മക്കളെ യുദ്ധത്തിൽ പെടുന്നത് കണ്ടിട്ട് അമ്മയ്ക്ക് അടങ്ങിയിരിക്കാനായിട്ട് പറ്റുമോ? അമ്മയ്ക്ക് ഒതുങ്ങിയിരിക്കാൻ പറ്റുകയാണ്. അവിടെ അമ്മയ്ക്ക് സ്വർഗത്തിൽ ഇരിക്കാൻ പറ്റുകയില്ലാത്ത പോലെയാണ്. പക്ഷെ നമുക്കറിയാം, അരൂപിയുടെ തലത്തിലേക്ക് മഹത്വീകരിക്കപ്പെട്ട് വരുന്നൊരു വ്യക്തിക്ക് ഒരേ സമയം പല സ്ഥലങ്ങളിൽ സന്നിഹിതരാകാൻ പറ്റും, പ്രത്യക്ഷപ്പെടാൻ പറ്റും. ബൈ ലൊക്കേഷൻ എന്നൊക്കെ പറയുന്ന അനുഭവം. ചില വിശുദ്ധരൊക്കെ ഭൂമി ജീവിച്ചിരുന്നപ്പോൾ തന്നെ
അങ്ങനെ ഒരേ സമയം പല സ്ഥലത്ത് സാന്നിധ്യം കൊടുത്തവരുണ്ട്. വിശുദ്ധ അന്തോനീസും പാദ്രബിയും ഒക്കെ അങ്ങനെ ഒരേ സമയത്ത് പല സ്ഥലത്ത് ആയിരുന്ന സംഭവങ്ങൾ ആധികാരികമായിട്ട് തന്നെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അങ്ങനത്തെ കാര്യം പറയാം. അപ്പം ഒരുപക്ഷെ ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ മനുഷ്യചരിത്രത്തിൽ ദൈവം ഏറ്റവും അധികം ഇടപെടാനായിട്ട് സ്വർഗത്തിൽ നിന്നും നിയോഗിക്കുന്ന വ്യക്തി അമ്മ തന്നെയാണ്. മാലാഖമാര് ഇടപെടുന്നതായിട്ട് നമ്മൾ കാണുന്നതിനേക്കാൾ കൂടുതൽ അമ്മ ഇടപെടുന്നതായിട്ട് തോന്നുന്നത് നമുക്ക് പറയാനായിട്ട് പറ്റും. ഞാൻ ഒരിക്കലും ഇവിടെ പറയുകയുണ്ടായി, എരുമേലിയിലുണ്ടായ ഒരു അനുഭവം, ഒരു റോസാമിഷ്ടിക്ക മാതാവിൻ്റെ ചിത്രത്തിൽ നിന്നും രക്തക്കണ്ണീരൊഴുകുന്ന സംഭവം ഞാൻ ഒരിക്കലൂടെ പങ്കുവച്ചതാണ്, ചിത്രമൊക്കെ കാണിച്ചുകൊണ്ടൊക്കെ. അവർ സാധാരണ വീട്ടിൽ തലവേദന വന്ന് വിഷമിച്ചിരുന്ന ഒരു കുടുംബിനി, ദാരിദ്ര്യം ബുദ്ധിമുട്ടുണ്ട്, ഒരു വാടകയ്ക്ക് താമസിക്കുന്നു. ആ കൊച്ചു കുഞ്ഞ് അമ്മയെന്ന് തലവേദന പിടിച്ച് കിടക്കുമ്പോൾ കൊച്ചു കുഞ്ഞ് മാതാവിൻ്റെ അടുത്ത് പോയിരുന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മ പറഞ്ഞിട്ടാണ് മാതാവിൻ്റെ റോസാമിഷ്ടിക്കാവുന്ന രൂപത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ രൂപത്തിൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണീരൊഴുകുന്നു. അത് കണ്ട് കൊച്ച് അമ്മയുടെ മക്കൾ ഓടിച്ചെന്ന് പറയുന്നു, അമ്മ തലവേദന കിടക്കുക, ഭക്ഷണം ഉണ്ടാക്കാനും പറ്റുന്നില്ല, ഭർത്താവ് ജോലി സ്ഥലത്ത് ജോലിക്ക് പോയിരിക്കുന്ന ദിവസങ്ങളായിട്ട്. അങ്ങനെ നോക്കുമ്പോൾ കണ്ണീര്, അമ്മ കരയുന്നു, അത് ചോര ഒഴുകുന്നു. എരുമേലി മിറക്കിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് യൂട്യൂബിൽ കയറി കഴിഞ്ഞാൽ സംഭവങ്ങൾ കാണാം. കുറേ വീഡിയോസ് കിടപ്പുണ്ട്. കാരണം അത് പല ദിവസങ്ങളുണ്ടായി, അത് പിന്നെ പല ചിത്രങ്ങളിലുണ്ടായി. അത് പലരും വന്ന് ഫോട്ടോ എടുക്കുകയും വീഡിയോ എടുക്കുകയും അവിടുത്തെ വികാരിച്ചനും കൊച്ചനും ഇടപെടുകയും അവർ രക്തമെടുത്ത് ആശുപത്രിയിൽ പരിശോധനയ്ക്ക് കൊടുത്തപ്പോൾ അത് മനുഷ്യ രക്തമാണെന്ന് കാണുകയും ഒക്കെ ചെയ്തതാണ്. അതുവഴി എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്, അമ്മ എന്താ പറയാൻ ആഗ്രഹിച്ചത് എന്നൊരു പക്ഷേ നമ്മൾ വേണ്ടതുപോലെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. ശരിയാണ്, ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണുമ്പം സഭ പെട്ടെന്ന് അവിടെ ആവേശം കാണിക്കുവോ അതിന് പിന്നാലെ പോവുകയോ ഒന്നും ചെയ്യാറില്ല. വെയിറ്റ് ചെയ്യും, കാത്തിരിക്കും, അങ്ങനെയാണ്. അപ്പം ഇവിടെ അമ്മ ഇങ്ങനെ അടയാളം കാണിച്ചു, ആവർത്തിച്ച് കാണിച്ചു. അതുവഴി അമ്മ എന്തൊരു സന്ദേശം തരുന്നുണ്ട്. ഏറ്റവും വലിയ സന്ദേശം, ഒരു വ്യക്തി പോലും അമ്മയുടെ സത്തയിൽ പെടാതെ ഇല്ല, അമ്മയുടെ നോട്ടത്തിന് പരിചരണത്തിന് വരാതെ ഇല്ല എന്ന് തന്നെയാണ്. അത് അഭിഷിക്തരോ സമർപ്പിതരോ സഭാധ്യക്ഷന്മാരോ വലിയ പ്രാർത്ഥന ആഴപ്പെട്ട വ്യക്തികളോ ഒന്നും അല്ലാതൊരു സാധാരണ കുടുംബം, സ്വന്തമായി വീട് പോലുമില്ല, രോഗത്തിൻ്റെ അവസ്ഥ, നിസ്സഹായത, അവരാരോടും അടുക്കിനും പോകുന്നില്ല, പരാതിക്കും പോകുന്നില്ല, തലവേദനക്കാരനാ സ്ത്രീ കിടക്കുന്നു, എണ്ണിക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുന്നില്ല, കുഞ്ഞിന് ഭക്ഷണം കിട്ടുന്നില്ല, അവരാശ്രയിക്കുന്ന പ്രാർത്ഥനയിലാണ്. അങ്ങനെ എടുത്ത് അമ്മ എത്തുന്നു. ഒരു വ്യക്തി അവിടെ വന്നതായിട്ടൊരു പറയുന്നുണ്ട്, സഹായം തേടി. പക്ഷെ സഹായിക്കാനായിട്ട് അകത്തേക്ക് വന്ന് എന്തെങ്കിലും കുടിക്കാനെടുത്ത് കൊടുക്കാൻ ഓർത്തുകൊണ്ട് പിന്നെ വെള്ളമോ മറ്റേതെടുത്ത് പുറത്ത് നിന്നപ്പോൾ അവരെ കണ്ടില്ല. അവർ വീടിന് പുറത്തിറങ്ങി താഴത്തെ വടിയിലൊക്കെ വന്ന് നോക്കിയിട്ട് കണ്ടില്ലെന്ന് പറയുന്നുണ്ട്. അതിന് മുമ്പുള്ള ദിവസമോ അവസരത്തിലോ അങ്ങനെ സംഭവം പറയുന്നുണ്ട്. അത് അവർ മനസ്സിലാക്കുന്നത് പക്ഷത്തെ അമ്മ ഞങ്ങളുടെ വീട്ടിൽ വന്നതാണത്. അപ്പം ഇവിടെ പ്രധാനപ്പെട്ട കാര്യം, മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്നില്ലാത്ത ഒരമ്മയല്ല, നമ്മളെല്ലാവരുടെയും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന അമ്മ, യഥാർത്ഥ അമ്മ തന്നെയാണ് പരിശുദ്ധ കന്യകാമറിയം. കാനായിലെ കല്യാണ വീട്ടിൽ ആരും ശ്രദ്ധിക്കാത്ത കാര്യം അമ്മ ശ്രദ്ധിച്ചു. അവിടെ മുഖം പാടുന്നത്, അങ്കലാപ്പ് കയറുന്നു കലവറക്കാരുടെ ഇടയിൽ. അപ്പോൾ അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് അത് അമ്മ കൈകാര്യം ചെയ്യ എത്ര ഉചിതമായ രീതിയിലാണ്. നിങ്ങൾക്ക് എന്നാ പറ്റി, വിജി തരാൻ പോവുക അല്ലേ, ആഹാ, ഇങ്ങനെയുള്ള പരിഹാസ കമൻറ്റുകളോ അനാവശ്യത്തോടെയുള്ള പെരുമാറ്റങ്ങളോ ഒന്നുമില്ല. അമ്മ എല്ലാം നിരീക്ഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. അതിനമ്മയ്ക്ക് എപ്പോഴും മക്കളുടെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ഗ്രഹിക്കാൻ പറ്റും. അവർ മക്കളൊന്ന് കരയുമ്പം അത് വാഗൊണ്ട് പറയാതെ തന്നെ അമ്മയ്ക്ക് തിരിയും എന്താണ് കാര്യം, ഇപ്പം കുഞ്ഞിന് എന്താണ് ആവശ്യം. അത് അറിയുന്നതിന് മുമ്പ് തന്നെ അമ്മയുടെ സത്യമായിട്ട് വന്നിരിക്കും. അങ്ങനെയാണ് അമ്മമാർ ഇടപെടുന്നത്. ആ ഒരു സിദ്ധി അമ്മമാർക്ക് ദൈവം കൊടുത്തിട്ടുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെ ശ്രദ്ധ കൊടുക്കാനായിട്ട്. അതേ ശ്രദ്ധയോടെ കൂടെ തന്നെയാണ് പരിശുദ്ധ അമ്മ ഈ കാനായിലെ കല്യാണ വീട്ടിലായിരിക്കുന്നത്. അമ്മ എവിടെ ഉണ്ടായിരുന്നു. അവൾ കുറവ് വരുമ്പോൾ അത് ഈശ്വര മക്കളിലെത്തി ചുരുങ്ങിയ വാക്കുകളിൽ അവർക്ക് വീഞ്ഞില്ല, അത്രയേ ഉള്ളൂ, അവർക്ക് വീഞ്ഞില്ല. ബാക്കി ഒന്നും പറയേണ്ട ആവശ്യമില്ല. അമ്മയുടെ പെരുമാറ്റം നമ്മൾ ശ്രദ്ധിക്കണം. ഒന്നും ഈശോയോട് അടിച്ചേൽപ്പിക്കുന്നില്ല, ബലം പിടിക്കുന്നില്ല, ഈശോ വലിച്ചുകൊണ്ട് പോകുന്നില്ല. ആരും അറിയാതെ ഈശ്വര മക്കളുടെ അടുത്ത് ചെന്നിട്ട് അവർക്ക് വീഞ്ഞില്ല. ബാക്കി എന്താ ചെയ്യണമെന്ന് ഈശോയ്ക്ക് അറിയാം.
അപ്പം അമ്മ ഇടപെടുകയാണ് അവിടെ. ഈശോ ഒരു പക്ഷേ പരസ്യത്തിലേക്ക് ഇറങ്ങാനായിട്ടൊന്ന് തീരുമാനിച്ചിട്ടില്ലായിരുന്നു, സമയം ആയിട്ടില്ലെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ അമ്മ അത് താല്പര്യമെടുക്കുമ്പം ഈശോ അത് സ്വീകരിക്കുകയാണ്. അവൻ പറയുന്ന പോലെ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അമ്മ പോകുന്നു. അപ്പോൾ ദാസന്മാർ ഈശോയെ നോക്കി നിൽക്കുന്നു. ഈശോയോട് പറയുന്നതായിട്ട് നമുക്കറിയാം, ഒരു ഒരു ശുദ്ധ മണ്ടത്തരം പോലെ ഒരു വേണ്ടാത്ത പണിയാണ്. കാരണം ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണി വലിയ കൽഭരണിയുണ്ട്. അത് ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്നത് എന്ന് വെച്ചാൽ കാല് കഴുകാനോ കൈ കഴുകാനോ ഒക്കെ വേണ്ടി പുറത്തിരിക്കുന്നതാണ്. അത് വീഞ്ഞ് നിറയ്ക്കുന്ന പാത്രങ്ങളല്ലെന്നർത്ഥം. ഈശോ കലവറയിലേക്ക് ചെന്നിട്ട് നിങ്ങളുടെ പാത്രങ്ങളെല്ലാം എന്ത് ചെയ്യേ, കാലിയായതല്ല, അതിനകത്തൊരു വെള്ളം നിറച്ചേ എന്ന് പറയുകയാണെങ്കിൽ അത് പിന്നെ ഒരർത്ഥമുണ്ട്. ഇതങ്ങനെയല്ല. ഈ വീഞ്ഞെടുക്കുന്ന പാത്രങ്ങളല്ല, വലിയ ഭരണികൾ, അതിങ്ങനെ ക്ഷാളനത്തിന് വേണ്ടി വെള്ളം വെച്ചിരിക്കുന്നതാണ്. അത് വെള്ളം കൂടി നിറയ്ക്കാനാണ് ഈ കല്യാണ വിരുന്നിന് തിരക്കിനിടയിൽ ഈശോ ജോലിക്കാരോട് ആവശ്യപ്പെടുന്നത്. ജോലിക്കാർക്ക് വേണമെങ്കിൽ അപ്പം പറയാം, സാറേ റബ്ബി ഇപ്പം ഒത്തിരി തിരക്ക് അവിടെയുണ്ട്, വിരുന്ന് നടക്കുകയല്ലേ, ഇപ്പം എല്ലാവരും കൈയും കാലും എല്ലാം കഴിയും അകത്ത് കയറിയത്, ഇനിയിപ്പോൾ അതിനകത്ത് വെള്ളം നിറയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, അതിന് എന്താ നനയ്ക്കുന്നത് വേദം കമത്തി കളയേണ്ടി വരുവുള്ളൂ. ഇനി അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ട് നിറയ്ക്കും. ഇപ്പോൾ അവിടെ വീഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇച്ചിരി വീഞ്ഞ് അവിടെ തികയാതെ ഉണ്ടാവുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും എവിടെയും പോയി വീഞ്ഞ് കൊണ്ടുവരാമല്ലോ നോക്കട്ടെ, അതുകൊണ്ട് ഈ വെള്ളം നിറയ്ക്കാനായിട്ട് ഇപ്പം ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണേൽ ഓടിപ്പോകാൻ തോന്നാവുന്നതാണ്. പക്ഷെ അവർ അങ്ങനെ ചെയ്തില്ല. ആ തിരക്കിനിടയിൽ വിരുന്നിനിടയിൽ ഈ അമ്മയ്ക്ക് ആ വീട്ടിൽ അതുപോലെ സ്ഥാനമുള്ളത് കൊണ്ടായിരിക്കണം, അമ്മയെ അവർക്കറിയാം, മേരി ആ വീട്ടിലറിയാം, അതുകൊണ്ടായിരിക്കണം മേരി പറഞ്ഞു അവൻ പറയുന്ന പോലെ ചെയ്ത്. അപ്പോൾ ഈശോ പറയുന്ന കാര്യം അവർ മടി കൂടാതെ അങ്ങ് ചെയ്യുകയാണ്. അതിലാണ് കാര്യങ്ങളെല്ലാം മാറി വരുന്നത്. അപ്പോൾ കുടുംബത്തിലെ വളരെ ഭൗതികമായ കാര്യം, ചിലപ്പോഴൊക്കെ ഈ ഒരു വെള്ളം വീഞ്ഞാക്കുന്ന അനുഭവം പല ആൾക്കാർക്കും തെറ്റിച്ചുളിയുന്ന അനുഭവമാണ്. ഈശോ എന്തിനാ മദ്യം ഉണ്ടാക്കി കൊടുത്തത്? ലഹരി പിടിച്ചു അവർ. അപ്പോൾ ഈശോ ലഹരിക്ക് വേണ്ടി നിൽക്കുന്ന ആളല്ലേ? കണ്ടോ, ഈശോ മദ്യ വർജനത്തിൻ്റെ ആളൊന്നും അല്ലല്ലോ, മദ്യം ലഭ്യമാക്കുകയല്ലേ ഈശോ ചെയ്തത്. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി തെറ്റായ ചിന്തകൾ അല്ലെങ്കിൽ കടന്ന വ്യാഖ്യാനങ്ങളൊക്കെ പണ്ട് തലയ്ക്കകത്ത് കയറാൻ പോലും ഈ സംഭവം ഇടവരുത്തിയിട്ടുണ്ട്. അത് നമ്മുടെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വ്യാഖ്യാനിക്കണം നമുക്ക് അറിയാനായിട്ട് പറ്റുകയുള്ളൂ. യഹൂദരുടെ ഒരു സാധാരണ പാനീയം തന്നെയാണ് അവിടെ കൃഷി ഉണ്ടാക്കുന്ന മുന്തിരി നടക്കുന്ന വീഞ്ഞ്. അതുകൊണ്ടാണ് ഈശോ അത് തന്നെ അന്ത്യത്താഴത്തിൽ ഉപയോഗിക്കുമ്പം തൻ്റെ തിരുരക്തമാകാനായിട്ട് ഉപയോഗിച്ചത് നമുക്കറിയാം. പിന്നെ ഇവിടെ ആ ലഹരി എന്ന് പറയുന്നത് യോഹന്നാൻ അവതരിപ്പിക്കുന്ന പരിശുദ്ധാത്മ ലഹരി ആയിട്ടാണ്. കാരണം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ സംഭവം വരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം മുഴുവനും ദൈവ രക്ഷാകര സംഭവങ്ങളെ അതിൻ്റെ ആഴപ്പെട്ട അർത്ഥത്തിൽ അവതരിപ്പിക്കുന്നതാണ്. ഈശോയുടെ മനുഷ്യാവതാരം ലൂക്കായും മത്തായിയും ഒക്കെ ഈ യോസേപ്പും മേരിയും അവരുടെ വിവാഹവും കുഞ്ഞുണ്ടാകുന്നതും ബെത്ലഹേമിൽ ഗർഭിണിയായിരിക്കും പോകുന്നതും ഇതെല്ലാം ആ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഈശോയുടെ മനുഷ്യത്തിൽ അവതരിപ്പിക്കാൻ നമുക്കറിയാം, വചനം മാംസമായി നമ്മളിൽ വസിച്ചു, അത്രയേ ഉള്ളൂ. ആദ്യം വചനം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു വളരെ ഉന്നതമായ ആത്മീയ ദൈവശാസ്ത്രപരമായ ഒത്തിരി അർത്ഥങ്ങളുള്ള വിവരണങ്ങളിലൂടെയാണ് യോഹന്നാൻ തൻ്റെ സുവിശേഷം മുഴുവൻ അവതരിപ്പിച്ചിരിക്കുന്നത്. 7 അത്ഭുതങ്ങളെ യോഹന്നാൻ തൻ്റെ പുസ്തകം അവതരിപ്പിക്കുന്നത്. അത് അടയാളങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. ഇത് തന്നെ അടയാളങ്ങളുടെ ആരംഭം കുറിച്ചു ഇത് യോഹന്നാൻ എടുത്ത് കൂട്ടിച്ചേർത്ത് പറയുന്നുമുണ്ട്. ഒത്തിരി രോഗശാന്തികളോ പിശാച ബഹിഷ്കരണമോ ഒന്നും യോഹന്നാൻ പറയുന്നില്ല. അതേസമയം നമ്മൾ കൊണ്ട് ബഹിഷ്കരണത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ യോഹന്നാൻ 12-32 വാക്യങ്ങളിൽ ഞാൻ ഉയർത്തപ്പെടുമ്പോൾ ഈ ലോകത്തിൻ്റെ അധികാരി പുറന്തള്ളപ്പെടും. കോസ്മിക് എക്സോർസിസം, ഈ പ്രപഞ്ചം മുഴുവനെയും പിശാചിനെ പെടുത്തുന്ന ഊരിയെടുക്കുന്ന ഒരു പ്രവൃത്തി കുരിശുമരണം വഴി. അങ്ങനെ ഈ മറ്റു സുവിശേഷകന്മാരൊക്കെ പിശാച് ബാധിതരെ ഇങ്ങനെ അവർ അലറി വിളിക്കുമ്പം ശാസിച്ച് പിശാചിനെ ഇറക്കി വിടുന്ന രംഗങ്ങൾ ഈശോ ചെയ്ത് അതേപടി അവതരിപ്പിക്കുമ്പോൾ യോഹന്നാൻ ആ സംഭവം മുഴുവൻ അങ്ങനത്തെ ഒരു സംഭവം വിവരിക്കാതെ അതിനെല്ലാം അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന കുരിശുമരണം വഴിയുള്ള പിശാച് ബഹിഷ്കരണം, കോസ്മിക് എക്സോർസിസം അങ്ങനെ അവതരിപ്പിക്കുകയാണ്. എത്ര ഇത് പറയാൻ കാരണം, അതുകൊണ്ട് ഈ കാനായിലെ വിവാഹ വിരുന്നിൽ ഈശോ വെള്ളം വീഞ്ഞാക്കിയ സംഭവം എന്ന് പറയുന്നത് ഒരു കല്യാണത്തിന് വീഞ്ഞ് തീർന്നു പോയപ്പോൾ വീഞ്ഞുണ്ടാക്കി കൊടുത്തു ഈശോ, കുടിച്ചോട്ടെ എല്ലാവരും ഇഷ്ടം പോലെ. അതല്ല യോഹന്നാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് വീഞ്ഞെന്ന് പറയുന്നത് മദ്യത്തിനകത്ത് പെടുന്നൊരു കാര്യമാണ്.
പാലസ്തീന നാട്ടിൽ വീഞ്ഞെന്ന് പറയുന്ന മദ്യത്തിനകത്ത് വരുന്ന കാര്യമല്ല, അവരുടെ അനുദിന പാനീയമാണ്. നമുക്ക് ഒരുപക്ഷെ ചായയോ കാപ്പിയോ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ അവരുപയോഗിക്കുന്ന പാനീയമാണത്. അതാണ് തീർന്നു പോകുന്നത്. ഒരുപക്ഷെ എൻ്റെ കൃത്യം വശത്ത് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഇടയിൽ, വിരുന്നിനിടയിൽ ചായ തീർന്നു പോയി അല്ലെങ്കിൽ കാപ്പി തീർന്നു പോയി, അപ്പോഴെന്ത് ചെയ്യും? അപ്പോൾ അത് ഉണ്ടാക്കി കൊടുക്കുന്നു, വെള്ളം കോരി ഒഴിക്കുക, ഈശോ തന്നിട്ട് നല്ല ഒന്നാന്തരം ബ്രൂ കോപ്പിയാക്കി അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ. കാരണം അവരുടെ നിരന്തര ഉപയോഗത്തിലുള്ള പാനീയമാണ്. അവരുടെ ആ കാലാവസ്ഥയിൽ അല്ലെങ്കിൽ നാട്ടിൻ്റെ രീതിയിൽ അവരുടെ പ്രധാനപ്പെട്ട കൃഷി മന്ത്രി അതിനകത്ത് കിട്ടുന്നത് ആദായം അവരത് ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഈ രീതിയിലാണ്. അങ്ങനെയാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അല്ലാതെ ഈശോ, നമ്മൾ വീഞ്ഞെന്ന് പറയുമ്പോൾ ഇവിടെ ചിന്തിക്കുന്നത് മദ്യത്തിനകത്തെ ഒരു ഇനമാണ്. ആ മദ്യം ആണ് അവർക്ക് ഈശോ ഉണ്ടാക്കി കൊടുത്തത് ചിന്തിക്കുന്നതിനിട വരുന്നത് അതുകൊണ്ടാണ്. അതല്ല അവിടെ സാഹചര്യം നമുക്കറിയാം. എന്ന് മാത്രം അതിനും അപ്പുറത്ത് യോഹന്നാൻ്റെ ഈ ഒരു പ്രസന്റേഷൻ അവതരിപ്പിക്കൽ, ഈശോസാര സംഭവം ആഴമായ രീതിയിലും അത് പരിശുദ്ധാത്മാവിൻ്റെ ലഹരി അതുവരെയും യഹൂദ മതജീവിതത്തിൽ ആചാര അനുഷ്ഠാനങ്ങളിൽ അവർ അനുഭവിച്ചതായ കാര്യങ്ങൾ ഇത് തീർന്നു പോവുകയാണ്. അതുകൊണ്ട് തികയുന്നില്ല, ആൾക്കാർക്ക് ആവശ്യത്തിന് എത്തുന്നില്ല. അത് തീർന്നു പോകുന്നൊരു വീഞ്ഞാണ് പഴയ വീഞ്ഞ്. അപ്പോൾ പുതിയ വീഞ്ഞ് ലഹരി കൂടിയത് ഈശോ വഴി നൽകപ്പെടുകയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ലഹരിയാണ് അത് തരുന്നത്. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനത്തിൽ പറഞ്ഞല്ലോ, വീഞ്ഞ് കുടിച്ച് ഉന്മത്തരാകരുത്, മറിച്ച് പരിശുദ്ധാത്മാവിൽ പൂരിതരാകുവേൻ. എഫെസ്യ 5 വായിക്കുന്നുണ്ട്. പെന്തക്കോസ്തായിലും പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിയുമ്പോൾ ആൾക്കാർ പറയുന്നൊരു കമൻറ്റ്, ഇവർ വീഞ്ഞ് കുടിച്ച് ലഹരി പിടിച്ചതാണോ? ഇപ്പോൾ 9 മണിക്കൂറേ രാവിലെ 9 മണി ആയുള്ളൂ, 3 മണിക്കൂറേ ആയുള്ളൂ. അപ്പോൾ പത്രോസ് പറഞ്ഞത് പരിശുദ്ധാത്മാവ് നിറഞ്ഞതാണ്. ഹോസേയ പ്രവാചകൻ പറഞ്ഞതുപോലെ തൻ്റെ ആത്മാവിനെ എല്ലാവരും ഭക്ഷിക്കുന്ന അനുഭവമാണ്. പരിശുദ്ധാത്മാവ് ഒന്ന് ലഹരി പിടിച്ചതാണ്. ഇതാണ് യോഹന്നാൻ്റെ ആ ഒരു കാഴ്ചപ്പാട്. അപ്പം ആ പരിശുദ്ധ അമ്മയുടെ ഇടപെടൽ ആ വീട്ടിലെ സാധാരണമായ സാഹചര്യത്തിൽ ഉണ്ടായി. ഞാൻ പറഞ്ഞു, എരുമേലിൻ്റെ ഒരു വീട്ടിലെ സംഭവം, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്, ആ കുടുംബാംഗങ്ങളെ കണ്ടിട്ടുണ്ട്. അവിടെ ആ ചിത്രത്തിൽ ഒഴുകിയ രക്തം അന്നത്തെ കൊച്ചച്ഛൻ അവിടെ എടുത്ത് കുപ്പിക്കകത്ത് വെച്ചിരുന്നത് അച്ഛനെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. ഇതെൻ്റെ എല്ലാം വീഡിയോയുടെ കിടപ്പുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. അതുവഴിയായിട്ട് 2 കാര്യങ്ങൾ. ഒന്ന്, അമ്മ നമ്മൾ എത്ര നിസ്സാരരായിരുന്നാൽ പോലും നമ്മുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. ഇത് നമ്മൾ അറിയണം. എത്ര നിസ്സാരരായിരുന്നാലും നമ്മുടെ ഏത് ഞെരുക്കവും അമ്മയ്ക്ക് ഞെരുക്കമാണ്. അത് നമ്മൾ അറിയണം. ഏത് ഞെരുക്കവും അമ്മയുടെ നോട്ടത്തിൽ നമ്മൾ ഒരിക്കലും ഒഴിവാക്കപ്പെട്ടിട്ടില്ല. നമ്മളാണ് അമ്മയിൽ നിന്ന് അകന്നു പോകുന്നത്, അമ്മ ശ്രദ്ധിക്കാതെ പോകുന്നത്. ഈ ഒരു ബോധ്യം, അതുകൊണ്ട് നമുക്ക് അമ്മയെ അറിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കണം, അമ്മയോട് ചേർന്ന് നിൽക്കണം. അതൊന്നും. രണ്ടാമത്തെ കാര്യം, അമ്മ അവിടെ വെറുതെ ഇടപെടുന്നതല്ല, അമ്മ രക്തക്കണ്ണിലൊഴുകി കരയുകയാണ്, ചോര ഒഴു കണ്ണിലൂടെ. നമ്മളിതേപ്പറ്റി നേരത്തെ ചിന്തിച്ചപ്പോൾ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, നമ്മളൊക്കെ കരഞ്ഞിട്ടുണ്ട് പല അവസരം, ഒരുപാട് കരഞ്ഞ അവസരമുണ്ട്, വാവിട്ട് കയറിയ അവസരങ്ങളുണ്ട്, ചില മണിക്കൂറുകൾ കിടന്ന് കരഞ്ഞിട്ടുണ്ടാവും. കണ്ണീരിൻ്റെ പുത്രനാണ് പുത്രിയാണെന്ന് പറയാൻ മാത്രം നമ്മുടെ സഹനത്തിൽ കടന്നു പോകുന്ന അനുഭവം ഉണ്ടാവും. പക്ഷെ എന്തുമാത്രം കരഞ്ഞാലും നമ്മുടെ കണ്ണിൽ കൂടെ ഇതുവരെയും ചോര ഒഴുകിയ അനുഭവമൊന്നും നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല. പക്ഷെ അമ്മ കരയുമ്പോൾ ചോര ഒഴുകുകയാണ് കണ്ണുകളിലൂടെ. ആ ചിത്രം ഒരു ലാമിനേറ്റ് ചെയ്ത, റസാമിസ്റ്റികൾ ലാമിനേറ്റ് ചെയ്ത ഒരു ഫ്രെയിമിലുള്ള ചിത്രമാണ്. ആ ചിത്രത്തിൻ്റെ കൃത്യം കണ്ണിൻ്റെ ഈ കോണുകളിൽ നിന്നും ഇങ്ങനെ രക്തത്തുള്ളികൾ ഒഴുകി ഇറങ്ങി വരുന്നത്. നമ്മളത് നേരത്തെ ഞാൻ കൊറോണ ബാധിതരമേൽ ദൈവശക്തി വ്യാപരിക്കുന്നു എന്നുള്ള ആ ഒരു സെഷൻ കൊടുത്തതിന് അവസാന ഭാഗത്ത് വരുമ്പോൾ ഈ വീഡിയോയും ഞാൻ കൊടുത്തിരുന്നു എന്ന് എൻ്റെ ഓർമ്മ കിടക്കുന്നത്. അതിൽ നിങ്ങൾ എരുമേലി മിറക്കിൾസ് എന്ന് പറഞ്ഞുകൊണ്ട് ഗൂഗിൾ ചെയ്താൽ ആ വീഡിയോസ് കിടക്കുന്നത് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് അമ്മ നമ്മളെക്കാൾ വേദനിക്കുന്നു, വിഷമിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. ആ വിഷമത്തിൻ്റെ വിഷയം എന്താണ്? വെറുതെ ഒരു ഭൗതികമായ പഞ്ഞം കണ്ട് വിഷമിക്കുന്നതല്ല. നമ്മൾ പറഞ്ഞില്ല, തൂർത്തപത്രം പന്നിക്കുട്ടി കിടക്കുമ്പോഴൊരു പഞ്ഞമാണ്, പന്നിയുടെ തട്ടും, ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അവൻ്റെ സങ്കടം ഒരു പത്തര കിട്ടിയിരുന്നെങ്കിൽ പന്നി ആട്ടി ഓടിക്കാൻ, അല്ല മാറ്റി നിർത്താൻ, അല്ല ഒരു പാ കിട്ടിയിരുന്നെങ്കിൽ ഒരു പലക കിട്ടിയിരുന്നെങ്കിൽ കിടക്കാൻ എന്നുള്ള അവൻ്റെ വിഷമം. പക്ഷെ അവനെ കുറിച്ചുള്ള അപ്പൻ്റെ വിഷമം എന്നതാണ്? എന്തിനാണ് എൻ്റെ മോൻ ഇങ്ങനെ പന്നിക്കുട്ടി പോയി കിടക്കുന്നത്? അവൻ എൻ്റെ വീട്ടിൽ വന്ന് കിടന്നിരുന്നെങ്കിൽ, എൻ്റെ വീട്ടിൽ വന്നിരുന്നെങ്കിൽ. അവൻ 10 രൂപ വേണ്ടി അപ്പൻ്റെ പകരം അപേക്ഷ സമർപ്പിക്കുമ്പോൾ അപ്പന് എന്തൊരു നൊമ്പരമാണ്. 10 കൊടുക്കുക കൊടുത്തേക്കും. പക്ഷെ അപ്പന് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന 10 പന്നി ഓടിക്കാനുള്ള 10
കുറച്ച് വീടിൻ്റെ എല്ലാ അവകാശവും അവസരവുമാണ്, സമൃദ്ധിയാണ്. അതിലേക്കാണ് എന്ന് പറഞ്ഞാൽ അമ്മ മനുഷ്യമക്കൾ ഇടപെടുമ്പോൾ എല്ലാം നമ്മുടെ സഹനങ്ങൾ ജനിക്കുന്ന അമ്മയ്ക്ക് നൊമ്പരമാണ്. അത് അമ്മയെ കരയിപ്പിക്കുന്നുണ്ട്. പക്ഷെ അതിലൂടെ അമ്മ നമ്മൾ ആവശ്യപ്പെടുന്നത് നമ്മുടെ സഹനം ഇപ്പോൾ മാറ്റിക്കളയാനായിട്ട് അമ്മ ഇടപെടുന്നു എന്നുള്ളതല്ല, അതുണ്ട്. അതിനപ്പുറം ഈ സഹനത്തിന് മുഴുവൻ കാരണമായിരിക്കുന്നത് നമ്മൾ തമ്പുരാൻ പറയുന്നവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് സഹനം വന്നിരിക്കുന്നത്. നമ്മൾ കിബേഹോ എന്ന സ്ഥലത്തുള്ള മാതാവിൻ്റെ പ്രതിഷ്ഠീകരണത്തെക്കുറിച്ച് ഞാൻ പങ്കുവെച്ചത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ഒരു വീഡിയോയും ഞാൻ ആ അവസരത്തിൽ കിബേയെക്കുറിച്ചുള്ളത് ഇവിടെ സെഷനകത്ത് തന്നെ ധ്യാനം ആരംഭിക്കുന്നതിൻ്റെ തലേ ദിവസം നമുക്ക് കിബോഹോ വരെ പോകാം, അമ്മ അറിയിച്ച കാര്യം നമുക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ട് നൽകുകയുണ്ടായി. ഇപ്പോൾ കിബോഹോയിൽ അമ്മ പ്രത്യക്ഷപ്പെടുമ്പോൾ സ്കൂൾ കുട്ടികളാണ് അവർ. അമ്മ അവിടെ വാ വിട്ട് കരയും നമ്മൾ കണ്ടു. വല്ലാണ്ട് അമ്മ കരയുകയാണ്, കണ്ണീര് കരയുകയാണ്. ആ കരച്ചിൽ കണ്ട് കുഞ്ഞുങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അമ്മയെ അവരെ ആശ്വസിപ്പിക്കാൻ നോക്കുന്നത് പാട്ടുപാടി സ്തോത്രഗീതം ആലപിച്ചൊക്കെ. പക്ഷെ അമ്മയ്ക്ക് അതൊന്നും വേണ്ട, അമ്മ നിർത്താൻ പറയുകയാണ്. എന്നിട്ടൊരു നൊമ്പരത്തിൻ്റെ പാട്ട് അവരെ കൊണ്ട് പാടിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ആ നൊമ്പരത്തിൻ്റെ പാട്ടെന്ന് പറയുന്നത് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്ന് വെറുതെ ആയിപ്പോയി എന്നുള്ള സങ്കടമാണ്. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല, എന്നോട് സഹകരിക്കുന്നില്ല. അത് അമ്മ വന്നതിനെക്കുറിച്ച് മാത്രമല്ല, ഈശോ വന്നതിനെ കുറിച്ചാണ്. ആ ഈശോ വന്നതിൻ്റെ ബാക്കി തന്നെ അമ്മ വരുന്നത്. അപ്പം ആ ദൈവത്തിൻ്റെ പദ്ധതികൾ ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നു. ഭൂമിയിലേക്ക് ഈശോ വന്നു, അതിന് പ്രവാചകന്മാർ വഴി വന്നു, ദൈവം മോശ വഴി വന്നു, മോശ വഴി 10 കൽപ്പന തന്നു. അതാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് മുഴുവനും. അപ്പം 10 കൽപ്പനകളിലൂടെ ഞാൻ മനുഷ്യമക്കളോട് മക്കളിലേക്ക് വന്നിട്ട് അവരെന്നെ ശ്രദ്ധിക്കുന്നേ ഇല്ല. അതിൻ്റെ പരമായിട്ട് അവർ ഭീകരമായി ജനിക്കത്തിൽ പോകുന്നു. ഇസ്രായേലിൻ്റെ ചരിത്രം മുഴുവൻ വായിക്കുമ്പോൾ നമുക്ക് കാണാം, ബൈബിളിൻ്റെ പഴയ ചരിത്രം മുഴുവൻ ഒരേ രീതിയാണ്. ദൈവത്തിൻ്റെ ഉടമ്പടി 10 കൽപ്പന വഴി നിങ്ങളെൻ്റെ ജനമായിരിക്കും, ഞാൻ നിങ്ങളുടെ ദൈവമായിരിക്കും, ഞാൻ നിങ്ങളെ സംരക്ഷിക്കും. ആ ഒരു കൽപ്പനയുടെ ഉടമ്പടി അടയാളമായിട്ട് സാപത്ത് വെച്ചത് ഒരു ദിവസം എൻ്റെ പക്കൽ വരണം, ഈ വചനങ്ങൾക്ക് ധ്യാനിക്കണം, പ്രാർത്ഥിക്കണം, അങ്ങനെ ഒരുമിച്ചായിരിക്കണം, ആ ഒരു ബന്ധം. പക്ഷെ ആ കൽപ്പന അവഗണിച്ചുകൊണ്ട് ഇസ്രായേൽക്കാർ അനേക അവസരങ്ങളിൽ അകന്നു പോയി. അപ്പോഴൊക്കെ അവർക്ക് സഹനം ഉണ്ടായി, വല്ലാണ്ട് അകന്നു പോയ വല്ലാണ്ട് സഹനങ്ങളുണ്ടായി. ബാബിലിൻ്റെ അടിമത്തം എന്ന് പറയുന്നത് 70 വർഷം, അല്ല അതിനപ്പുറം പിന്നെ നൂറ്റാണ്ടുകൾ ദീർഘിക്കുന്നതായ അടിമത്തത്തിൻ്റെ അനുഭവം. ഇതെല്ലാം അവർക്ക് വരുന്നത് ഈ കൽപ്പന വിട്ടുപോയപ്പോഴാണ്. പ്രവാചകന്മാർ എപ്പോഴും പറയുന്നത് അവർ കർത്താവ് പറയുന്നത് നിങ്ങൾ ചെയ്യണം. കർത്താവ് പറഞ്ഞതിന് മുഴുവൻ സാരമാണ് മോശയുടെ കൽപ്പന കിടക്കുന്നത്. പഴയ നിയമത്തിലെ കൽപ്പനകളാണ്. നമ്മൾ ഈ സെഷൻ്റെ ആരംഭത്തിൽ കണ്ടില്ലേ, ധനികനായ യുവാവ് ഈശ്വര പക്കത്ത് ചോദിക്കുന്നുണ്ട്, നിത്യജന അവകാശപ്പെടുന്നതിന് എന്ത് ചെയ്യണം? ഈശ്വര പറയുന്ന കൽപ്പനകൾ പാലിക്കുക. അപ്പോൾ അത് വെച്ചുകൊണ്ട് സഭയുടെ മതബോധഗ്രന്ഥം പറയുന്നുണ്ട്, പഴയ നിയമത്തിലെ കൽപ്പനകൾ ഈശോ റദ്ദാക്കിയിട്ടില്ല, ക്യാൻസൽ ചെയ്യുകയല്ല, അതിനെ പൂർത്തീകരിക്കാനാണ് വന്നത്. മത്തായി 5 നമ്മൾ വായിക്കുന്നുണ്ട്, പ്രവാചകന്മാരുടെ നിയമത്തെയോ അസാധുവാക്കാൻ പൂർത്തീകരിക്കാനാണ് ഞാൻ വന്നത്. അവിടെ 10 കൽപ്പനകൾ പ്രസക്തമാണ്. അന്നത് വളരെ ചില നെഗറ്റീവായ ഭാഷയെ കൊടുത്തു. അരുത് അരുത് അരുത്, അങ്ങനെ ചെയ്താൽ ശിക്ഷിക്കപ്പെടും, അങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അതിൻ്റെ ആഴങ്ങൾ നമുക്ക് ഈശോ വന്ന് വെളിപ്പെടുത്തി. കൊല്ലരുത്, അതിൻ്റെ ആഴം ഈശോ പറഞ്ഞു. വെറുപ്പിൻ്റെ നിസ്സാര അവസ്ഥ പോലും വരരുത്, ഫോഷ വിഡ്ഢി എന്നുള്ള വാക്ക് പോലും വരരുത്, ആസക്തി നോട്ടം പോലും വരരുത്, വ്യഭിചാരമാണ്. അങ്ങനെ ആ അന്ന് കൊടുത്ത കൽപ്പനകളുടെ ഉള്ളറകൾ, അർത്ഥതലങ്ങൾ ഈശോ ഇതുപോലെ സൂക്ഷ്മമായിട്ട് വ്യാഖ്യാനിച്ചു. ആ ഒരു തരത്തിലെ വശത്താകുമ്പോൾ നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ കൽപ്പനകളുടെ അർത്ഥം നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അന്നത്തെ പ്രാകൃതമായ രീതിയിലാണ് പറഞ്ഞു കൊടുത്തത്. നമ്മൾ അതേപ്പറ്റി കണ്ടതാണ്. കൊച്ചു പിള്ളേരുടെ പക്കൽ അപ്പനവരെ കാര്യം പറയുമ്പം അങ്ങനെ പോകരുത്, അവിടെ ചെന്ന് തല്ല് കിട്ടും, തല്ല് തരും, ഇടക്കരുപ്പട വടിയായിട്ട് നിൽക്കുക അപ്പൻ. അപകടത്തിൻ്റെ കിണറിൻ്റെ പക്കൽ ചെല്ലുമ്പം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി മെയിൻ സ്വിച്ച് ഫീസ് പോയി പിടിക്കാൻ തുടങ്ങുമ്പോൾ, കളിക്കാൻ തുടങ്ങുമ്പോൾ അപ്പൻ അവിടെ വടിയായിട്ട് നിൽക്കുകയാണ്, തല്ല് തരും. പിന്നെ എന്തെങ്കിലും അവരെ കൊണ്ട് നല്ല ചെയ്യിക്കാനായിട്ട് എന്തെങ്കിലും മിഠായി തരാം, ഉമ്മ തരാം, പായസം തരാം. അങ്ങനെ സമ്മാനങ്ങളും ശിക്ഷയും അങ്ങനെ കൊച്ചു കുഞ്ഞുങ്ങൾ നടത്താൻ പറ്റുള്ളൂ. അതിന് പുറകിലുള്ള കാര്യങ്ങൾ, അവിടെ എന്നതാ വൈദ്യുതി ഫീസ് വരാൻ പോയാൽ അവിടെ വൈദ്യുതി ഉണ്ട്, ഇലക്ട്രോൺ അങ്ങനെ പ്രവഹിക്കുന്നുണ്ട്, ആ ശരീരത്തിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവം ഉണ്ടാകും, ഇനി അപകടം ഉണ്ടാകാം, ഇങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്താൽ കൊച്ചിന് തിരിയാണ്. അതുകൊണ്ടാണ് ഈ ഭീഷണി. അതാണ് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന 10 പ്രമാണങ്ങളുടെ ഭാഷ. ഈ ഭീഷണിയാണ്. പിന്നെ അസഹിഷ്ണുവായ ദൈവമാണ്, വൃഥാവ് ഉപയോഗിക്കുന്നത് എൻ്റെ നാമം ഞാൻ ശിക്ഷിക്കും, അങ്ങനെയൊക്കെയുള്ള താക്കീത് കടന്ന് അങ്ങനെ നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അത് പക്ഷേ ഈശോ വന്നപ്പോൾ അതിന് മനോഹരമായ തരങ്ങൾ പറഞ്ഞു തന്നു.
അതിൻ്റെ ആഴപ്പെട്ട ഒരു വിചിന്തനമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ഈ ദിവസങ്ങളിൽ ഈ ഒരു ധ്യാന പങ്കുവെക്ക് തന്നുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ അമ്മ അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ എന്ന് പറയുമ്പോൾ ഈ 10 പ്രമാണങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനാണ് അമ്മ നമ്മുടെ മുമ്പിലേക്ക് എടുത്തു വെക്കുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഈ ധ്യാനത്തിന്റെ ദിവസങ്ങൾ മുഴുവൻ നമ്മൾ 3 നന്മ നിറഞ്ഞവരെ ചൊല്ലി അമ്മയുടെ കൈക്ക് പിടിച്ചുകൊണ്ടിരുന്ന് ഒരു പറഞ്ഞ അമ്മയുടെ മുമ്പിൽ അമ്മയുടെ പാതകൾ തന്നെ ഇരുന്നുകൊണ്ട് നമ്മളിത് ശ്രദ്ധിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ കിബോകയുടെ കാര്യം പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ കിടന്ന് കരഞ്ഞ് അവരോട് പറയുന്നത്, നിങ്ങൾ എന്നെ സ്തുതിപ്പിന്റെ പാട്ട് അന്നൊരു ഓഗസ്റ്റ് 15-ാം തീയതി 1985 ഓഗസ്റ്റ് 15-ാം തീയതി മാതാവിന്റെ തിരുനാൾ ദിവസം മാതാവ് പ്രത്യക്ഷപ്പെടുന്ന അറിഞ്ഞുകൊണ്ട് അവരെല്ലാവരും ആ ഒരു ചെറിയ സ്റ്റേഡിയം സ്റ്റാൻഡ് ഉണ്ടാക്കിയ ചുറ്റും കൂടി നമ്മളെ വീഡിയോ കണ്ടത് തന്നെ ആ രംഗമല്ല സാഹചര്യമല്ല. അപ്പോൾ അവിടെ മാതാവിനെ സ്തുതിക്കാൻ നിൽക്കും. മാതാവ് പറയും, എന്നെ നിങ്ങളിങ്ങനെ സ്തുതിക്കണ്ട, അങ്ങനത്തെ പാട്ടല്ല എനിക്ക് വേണ്ടത്, ഞാൻ ഈ ഭൂമിയിലേക്ക് വന്ന് വെറുതെ ആയിപ്പോയി. അങ്ങനെ പാട്ട് അവർക്കറിയാം, ആ പാട്ട് പാടാൻ പറഞ്ഞു. അത് ആവർത്തിച്ച് പാടിപ്പി. എന്നിട്ട് അമ്മ കരയുകയാണ്. അപ്പൊ ഈ 10 പ്രമാണങ്ങൾ തന്നുകൊണ്ട് അതിന്റെ പൂർണ്ണത ഈശോ വഴി പിന്നെ അമ്മ വഴി ഈ ഭൂമിയിലേക്ക് പശുമക്കളുടെ പക്കലേക്ക് ദൈവം ഇടങ്ങി വരുന്നത് വെറുതെ ആയി പോകുന്നു. കാരണം എന്താ? അവിടുന്ന് പറയുന്നവർ നമ്മൾ ചെയ്യുന്നില്ല. കിബോഹായുടെ സംഭവം നമുക്കറിയാം. നിങ്ങൾ വെറുപ്പ് ഉപേക്ഷിക്കണം, അനുരഞ്ജനപ്പെടണം, സ്നേഹിക്കണം, ഒരുപാട് പ്രാർത്ഥിക്കണം, പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം. അങ്ങനെ അമ്മ പറഞ്ഞു. എന്നിട്ട് കരഞ്ഞു. ഈ ദർശനം കാണുന്ന അൽഫോൻസൻ എന്ന കുട്ടിക്ക് അമ്മ ദർശനം കാണിച്ചു കൊടുത്തു. ഒരുപാട് കൊലപാതകങ്ങള്, കൂട്ടക്കൊലകള്, കഴുത്ത് വെട്ടുന്നു, രക്തപ്പുഴ പോലെ ഒഴുകുന്നു, ബോംബ് സ്ഫോടനങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണങ്ങള്, ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ കൊച്ചു ദർശനത്തിൽ കണ്ടുകൊണ്ട് വിട്ട് കാറി ആൾക്കാരെല്ലാം പേടിച്ചോടി. ഇതുപോലെ പൈശാചിക ദർശനമാണെന്നൊക്കെ വിചാരിച്ചു. അമ്മ പറഞ്ഞ കാര്യം ഈ കുട്ടി പറഞ്ഞു. കുറെ പേരെല്ലാം ഒത്തിരി പ്രാർത്ഥിച്ചു, കുറെ പേരൊന്നും ഗൗരവത്തിനെടുത്തില്ല. സംഭവിച്ചാൽ നമുക്കറിയാം. 12 വർഷം കഴിഞ്ഞപ്പോൾ 13 വർഷം കഴിഞ്ഞപ്പോൾ 1992 റുവാണ്ടൻ ജനോസൈഡ് എന്ന് പറയുന്ന വലിയ കൂട്ടക്കൊല, 100 വർഷം കൊണ്ട് ലക്ഷക്കണക്കായ ആൾക്കാർ കൊല ചെയ്യപ്പെട്ടു. നമ്മളെല്ലാം കണ്ടതാണ്. ഈ പുസ്തകം എഴുതുന്ന ഇമാക്കുലി എന്ന് പറയുന്ന ഗ്രന്ഥകാരി ആ നാട്ടുകാരിയാണ്. അകലുള്ള അപ്പുറത്തുള്ള സ്ഥലത്തിൽ അവിടെ വച്ചായിരിക്കും സ്കൂളിൽ വെച്ച് ഈ മതദർശനങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെ വികാരിച്ചൻ ആ ദർശനങ്ങൾ പോയി കാണുകയും കൊടുക്കുകയും കേൾക്കുകയും ചെയ്തിട്ട് അവിടുന്ന് മാതാവ് സന്ദേശം ഈ കുഞ്ഞുങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ മൈക്കിലൂടെ കിട്ടിയത് റെക്കോർഡ് ചെയ്തുകൊണ്ടെന്ന് ഈ ഇമാക്കുലിയുടെ ഇടവകയിലെ കുഞ്ഞുങ്ങളെല്ലാം വിളിച്ചിരുത്തി വേദോറ ക്ലാസ്സിൽ കേൾപ്പിച്ച് മാതാവ് പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മാതാവ് ഇറങ്ങി വന്ന സ്ഥലം എന്നൊക്കെ കേട്ട് ഈ കുഞ്ഞുങ്ങൾ അവിടെ പോകാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തിൽ ഇമാക്കുലി എഴുതുന്നുണ്ട്. ഇവരുടെ അപ്പനൊക്കെ അവിടെ പോയിരുന്നു, ഇവരെ കൊണ്ടാകാൻ വേണ്ടി വടക്കടിച്ചു, പക്ഷെ സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് കൊണ്ടുപോയില്ല. അങ്ങനെ വന്നപ്പോൾ ഈ ദർശനത്തിന്റെ കാര്യവും മാതാവ് കരഞ്ഞ കാര്യവും ആൾക്കാർ പേടിച്ച കാര്യവും ഇങ്ങനത്തെ ഭീകരമായ ആക്രമണങ്ങളുടെ സംഭവങ്ങൾ കാണിച്ച എല്ലാം അവർ കൊച്ചുനാൾ കേട്ടിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഒന്നും വലിയ ഗൗരവം തോന്നിയിട്ടില്ല എന്ന് ഈ ഇമാക്കുലി തന്നെ പുസ്തകം എഴുതുകയാണ്. പക്ഷെ ഈ പുസ്തകം എഴുതി ഇപ്പോൾ അവർ പിന്നീട് ബോധ്യപ്പെട്ട സംഭവം എല്ലാം കഴിഞ്ഞപ്പോൾ ആ ഒരു കുരുതി നടക്കുമ്പോൾ അതിനകത്ത് ഈ ദർശനം കിട്ടിയതിൽ പിള്ളേരിൽ ഒരാള് കൊല ചെയ്യപ്പെട്ടു, മറ്റൊരാള് നാട് വിട്ടോടി, മറ്റൊരാൾ ഇറ്റലി സിസ്റ്ററായിട്ടുണ്ട് അൽഫോൻസൈൻ. ആ കൂട്ടക്കുരുതി ജനോസൈഡിന്റെ ഭാഗമായിട്ട് ആളുകൾ കൊല ചെയ്യപ്പെടാത്ത ഒരു വീടും ആ പ്രദേശത്തില്ല. ഇമാക്കുലി പറയാണ്, അന്ന് ഈ ദർശനത്തെ പറ്റി കേട്ട ആവേശത്തോടെ വികാരത്തിൽ ചുറ്റിയിരുന്ന് വേദന ക്ലാസ്സിൽ ഇങ്ങനെ ആവേശം കേട്ടിരുന്നപ്പം ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഓർത്തില്ല ഈ മാതാവ് കരഞ്ഞത് തൻ്റെ വീടിനെ കൂടെ നോക്കിയിട്ടാണ്. കാരണം തൻ്റെ വീട്ടിലും പല കുടുംബാംഗങ്ങള് ആ നാടുകളിൽ കൊല ചെയ്യപ്പെട്ടു. ഇവര് തന്നെ വീട്ടിൽ നിന്നിറങ്ങി എങ്ങോട്ടും പുറത്തു പോയി ഒളിച്ചിരുന്ന് അങ്ങനെയൊക്കെയാണ് രക്ഷപ്പെടുന്നത്. അപ്പൊ തൻ്റെ വീട്ടിലേക്ക് നോക്കിയിട്ട് അമ്മയൊന്ന് കരഞ്ഞത് എന്നുള്ളത് തിരിഞ്ഞില്ലല്ലോ എന്നൊരു സങ്കടം ഇമാക്കുലി ഇവിടെ ഈ വശത്ത് പങ്കുവെക്കുന്നുണ്ട്. നമ്മളെല്ലാവരുടെയും വീടുകളിലേക്ക് നോക്കിക്കൊണ്ട് അമ്മ ഇങ്ങനെ കണ്ണീർ ഒഴുക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. ഫാത്തിമയില് മാതാവിന്റെ ദർശനം ഉണ്ടാകുന്നതിനെ കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ള. അതും ഫാത്തിമ ഇൻ ലൂസിയാസ് ഓൺ വേർഡ്സ് എന്ന് പറയുന്ന പുസ്തകം, അതിനകത്ത് കുഞ്ഞുങ്ങൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ, അന്നുണ്ടായ സംഭവങ്ങളെല്ലാം വർഷങ്ങൾക്ക് ശേഷം സിസ്റ്ററായിരിക്കുമ്പോൾ ലൂസിയ അവരുടെ ബിഷപ്പ് ആവശ്യപ്പെട്ടിട്ട് പങ്കുവെച്ചത് ആണല്ലോ പുസ്തകത്തിൽ ഇങ്ങനെയുള്ളത് പുസ്തകത്തിലുള്ളത്. അതിനകത്ത് പറയുമ്പോൾ അമ്മ സ്വർഗത്തിലെ പിതാവായ ദൈവത്തെ കാണിച്ചു കൊടുക്കുമ്പം ഫ്രാൻസിസ്കോ പറയുന്നത് നമ്മൾ കണ്ടതാണ്, ദൈവത്തിന്റെ മുഖം വാടിയിരിക്കുന്നു, സങ്കടപ്പെടുക, എന്താ കാര്യം ചോദിക്കുമ്പോൾ അമ്മ പറയും, നരകത്തിൽ പോകുന്നു, അനേകര് നാശത്തിൽ പോകുന്നു, അതുകൊണ്ട് ദൈവത്തിന്റെ സങ്കടമാണ് ഒത്തിരി. ഏകപുത്രന്റെ ബലി നടന്നിട്ട് പോലും ആ പുത്രന്റെ വഴി, രക്ഷയുടെ വഴി അനുസരിച്ച് നടക്കാൻ അനേക തയ്യാറാകുന്നില്ല.
ആശുപത്രിയിലേക്ക് പോകുന്നതുകൊണ്ട് ദൈവത്തിന് സങ്കടമാണ് പിതാവിന്. അപ്പോൾ കുഞ്ഞുങ്ങൾ നരകത്തെ പറ്റി ചോദിക്കുമ്പോൾ നരകം അമ്മ കാണിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതേപ്പറ്റി എല്ലാം ചിന്തിച്ച നേരത്തെ. അപ്പം ആ പിതാവായ ദൈവത്തിൻ്റെ സ്വർഗത്തിൻ്റെ സങ്കടം പരിഹരിക്കാൻ വേണ്ടി കുഞ്ഞുങ്ങൾ തീക്ഷ്ണമായ പ്രാർത്ഥനയിലേക്ക് വരുന്നു. നമ്മളത് കണ്ടത് ഓർമ്മിക്കുന്നുണ്ടല്ലോ. ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. നിരന്തര ദിവസം മുഴുവനും കൊന്ത ചെല്ലുകയാണ്. കൊന്ത ചെല്ലുക എന്നുള്ള വേറെ ഒരു താല്പര്യം ഇല്ലാത്ത പോലെ ആയിപ്പോയി കുഞ്ഞുങ്ങൾക്ക്. അത് പ്രായശ്ചിത്തം അനുഷ്ഠിച്ചുകൊണ്ട് കൊന്ത ചെല്ലാൻ നമ്മളെ സെഷനൊക്കെ പറഞ്ഞ് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. അരയിലിങ്ങനെ വള്ളികൾ പറിച്ചെടുത്ത് അടുവയ്ക്കാൻ പോകുമ്പോൾ അത് അരയിലിങ്ങനെ ഉടുപ്പ് പൊക്കിയിട്ട് അരയെ ചുറ്റി കെട്ടി വെച്ചിട്ട് ആ മുള്ള് തറഞ്ഞു കയറുന്ന അവസ്ഥയിൽ ഇങ്ങനെ ആ വേദനയെ സഹിച്ചുകൊണ്ട് ഇവർ ജപമാല ചൊല്ലി മുട്ടുകുത്തി കൈപിരിച്ച് പിടിച്ചും വീട്ടിൽ നിന്ന് കൊടുത്തിരുന്ന ഭക്ഷണപ്പൊതി കഴിക്കാതെ ഉപവാസം എടുത്തും വെള്ളം പോലും കുടിക്കാതെ ആകിച്ചവരുടെ അവസ്ഥയിലും അങ്ങനെ. കാരണം അതുപോലെ ഈ ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടെന്ന് ഈ കുഞ്ഞുങ്ങൾക്ക് അമ്മ ബോധ്യം കൊടുത്തു. അതേപറ്റി പറയുമ്പോൾ ലൂസിയ പറഞ്ഞ കമന്റിയാൻ പറഞ്ഞിട്ടുണ്ട്, നരകത്തെക്കുറിച്ചും പിശാചിനെക്കുറിച്ചും ഒന്നും കുഞ്ഞുങ്ങളോടും മനക്കെട്ടിയില്ലാത്തവരോടൊന്നും പൊതുവായിട്ട് അങ്ങനെ പറയരുത് എന്നാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ സ്വർഗവും സ്വർഗീയ പിതാവും ഈശോയും പരിശുദ്ധ അമ്മയും ചിന്തിച്ചത് അങ്ങനെയല്ല. ഈ പൊടിക്കുഞ്ഞുങ്ങൾ 6.5 വയസ്സും 8 വയസ്സും 11 വയസ്സുമുള്ള 3 തനി കുഞ്ഞു പിള്ളേർക്ക് നരകത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുകയല്ല, സാത്താനെക്കുറിച്ച് പറയുകയല്ല, തനി നരകം തന്നെ കാണിച്ചു കൊടുത്തു. അഗസ്തീനോസിന്റെ ഒരു ഉദ്ധരണിയുണ്ട്, പിശാചിന്റെ കയ്യിൽ ചെന്ന് പെടാതിരിക്കാനുള്ള ഏറ്റവും ഉറപ്പുള്ള മാർഗം പിശാച് ഉണ്ട് എന്നുള്ളത് ബോധ്യപ്പെട്ടിരിക്കുക എന്നുള്ളതാണ്. അഗസ്തീനോസിന്റെ ഒരു കമന്റാണ്, ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. പിശാച് ഉണ്ട് എന്നൊരു ബോധ്യപ്പെടുത്തിയിരിക്കുക, എങ്കിലേ അതിനെ ഒഴിവാക്കാൻ പറ്റുള്ളൂ. കൊറോണ എന്നൊരു വൈറസ് ഉണ്ട് എന്നുള്ള ബോധ്യം, അതിൻ്റെ രീതികൾ എങ്ങനെയാണെന്നുള്ള കൃത്യത, അതാണ് നമുക്ക് കൊറോണ പിടിക്കാതെ മാറി നിൽക്കാനുള്ള കരുത്ത് അല്ലെങ്കിൽ വ്യക്തത തരുന്നത്. അവിടെ ആ മേഖലയെക്കുറിച്ച് എന്തുമാത്രം അറിയുന്നത് അത്ര കരുത്താണ്. എന്ന് പറഞ്ഞ പോലെ അഗസ്തീനോസ് പറയാണ്, പിശാചിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് സുരക്ഷിതത്വം നൽകുന്നതാണ്. അത് ക്രിസ്തുസും പിതാവും അതേപറ്റി പറഞ്ഞത് ഞാൻ പങ്കുവെച്ചാൽ ജോൺ ക്രിസ്തോഷം പറയുന്നത് ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷമല്ല, കേൾക്കുന്ന സന്തോഷമല്ല, പറയുന്ന സന്തോഷം, പക്ഷേ അത് സുരക്ഷിതത്വം നൽകും എന്ന് പറയാം. ആ ഒരു കാഴ്ചപ്പാടാണ് അമ്മയെടുത്ത് സ്വർഗം എടുത്തത്. ഈ കുഞ്ഞു പിള്ളേരുടെ പക്കൽ സ്വർഗം നരകം തന്നെ കാണിച്ചു കൊടുത്ത് അവർ അരണ്ട് പേടിച്ചു പോയി. അതിനുശേഷം ഒരിക്കലും അവർക്ക് ഒരു നിമിഷം പോലും കളിച്ചും തുള്ളിച്ചാടിയും വാചകമടിച്ചും കളയാനായിട്ട് ചെലവഴിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അവിടെ ലൈഫ് മുഴുവനും മാറി. നിരന്തരം പ്രാർത്ഥിച്ച് ത്യാഗമെടുത്ത് പ്രാർത്ഥിച്ച് മുള്ളറിഞ്ഞാണെന്നൊക്കെ പറഞ്ഞ് എബ്രാസ്യാമയും മറിയദ്രേസ്യയൊക്കെ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ജോൺ മരി വിയാനിച്ചിൻ്റെ ഒക്കെ ശരീരത്തിൽ അദ്ദേഹത്തെ ഒരിക്കലും ബോധം കിട്ടി വീണ് ആശുപത്രി കൊണ്ടു ചെല്ലുമ്പം ഈ മാംസത്തിനകത്ത് പൂണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് മുള്ളറിഞ്ഞാണ് ഉണ്ടായിരുന്നത് പറയുകയാണ്. ഈ കുഞ്ഞു പിള്ളേരുടെ അരയിൽ നിന്ന് അതുപോലെ അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു, ഈ മുള്ളുവള്ളികൾ വെച്ച് കെട്ടി. അതേപ്പറ്റി അമ്മ പറയുന്ന ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അമ്മ പിന്നെ എനിക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ പിള്ളേരോട് പറയും, നിങ്ങൾ അരയിൽ കെട്ടിരിക്കുന്ന ആ മുള്ളുണ്ടല്ലോ, പിള്ളേർ അന്നേരം പെട്ടെന്ന് ഓർത്ത് തഴിച്ചുകളെയും പറയുമായിരിക്കുന്നു. അമ്മ പറഞ്ഞു, രാത്രി കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങളത് കെട്ടിക്കൊണ്ട് കിടക്കരുത്. അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പകരത് കെട്ടിക്കൊണ്ട് നടക്കുന്ന കുഞ്ഞു പിള്ളേരായിട്ട് പോലും അങ്ങനെ കെട്ടിക്കൊണ്ട് നടന്ന് പ്രായശ്ചിത്തം അനുഷ്ഠിച്ച് നിരന്തരം പ്രാർത്ഥിച്ച് നടക്കുന്നത് അമ്മയ്ക്ക് ഹൃദ്യമായിരുന്നു. അങ്ങനെ പ്രായശ്ചിത്തം എടുത്തും പ്രാർത്ഥിച്ച് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് പൊടിക്കുഞ്ഞുങ്ങളെ അമ്മ രൂപാന്തരപ്പെടുത്തി. അങ്ങനെ ആകാൻ അമ്മ ഇടവരുത്തി. നമ്മളിത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ എങ്ങനെയായി തീരാൻ അമ്മ ആഗ്രഹിക്കുന്നത്? അവൻ പറയുന്ന പോലെ ചെയ്യുവൻ എന്ന് പറയുന്നത് കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് വെള്ളം കുരി ഒഴിക്കുന്നതിനെ കുറിച്ച് മാത്രമല്ല. അമ്മ ഫാത്തിമായിലും ലൂർദിലും കിബഹായിലും എല്ലായിടത്തും പറയുന്ന ഈശോ പറയുന്ന പോലെ ചെയ്യാനാ. എന്താണ്? പശ്ചാത്തപിക്കുക, മാനസാന്തരപ്പെടുക, പ്രായശ്ചിത്തം അനുഷ്ഠിക്കുക, ഒരുപാട് പ്രാർത്ഥിക്കുക. ഇതാണ് അമ്മ എപ്പോഴും പറയുന്നത്. എല്ലാ സദസ്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഈശോയുടെ ജീവിതം അങ്ങനെ നമുക്കറിയാം. എത്ര മണിക്കൂറുകൾ ഈശോ പ്രാർത്ഥന ചെലവഴിച്ചിട്ടുള്ളത്, എത്ര മണിക്കൂറുകളാണ്. മലമുകളിലും വിജനപ്രദേശത്തും രാത്രി മുഴുവനും പ്രാർത്ഥിക്കുന്ന ഈശോ. പ്രാർത്ഥിക്കുന്നതിൻ്റെ അർത്ഥം എല്ലാം നമ്മൾ കണ്ടതാണ്. സ്വർഗത്തിൻ്റെ ശക്തി ഡൗൺലോഡ് ചെയ്യപ്പെടുകയാണ്. ശക്തി ധരിക്കുന്നവർ നിങ്ങൾ നഗരം വിട്ടു പോകരുത്. അപ്പം തിന്മയ്ക്കെതിരെ പോരാട്ടത്തിൽ ദൈവം ചെയ്യാവുന്നതെല്ലാം ചെയ്തിട്ടുണ്ട്. ഈശോ വഴി എല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. വെളിപാടിൻ്റെ പൂർണ്ണത, രക്ഷയുടെ നിറവ്, കൃപയ്ക്ക് മേൽ കൃപ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ വിഷയം? നമ്മളിത് എടുത്ത് ഉപയോഗിക്കുന്നില്ല. നമുക്ക് ആവശ്യത്തിനെടുത്ത് ഉപയോഗിക്കുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള ആവശ്യത്തിന് കൊടുക്കാനായിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നില്ല. ഇവിടെയാണ് സകല തകർച്ചയും വരുന്നത്. അതുകൊണ്ടാണ് അമ്മ ഈ കാര്യം തന്നെ ആവർത്തിച്ച് പറയുന്നത്. അപ്പൊ ആ ഫാത്തിമയിലെ കുഞ്ഞുങ്ങളെ അതുപോലെ നിരന്തരം പ്രാർത്ഥിക്കുന്നവരാക്കി അമ്മ രൂപാന്തരപ്പെടുത്തി. പൊട്ടിക്കുഞ്ഞുങ്ങളെ
ഉപവാസമെടുത്തും പ്രായശ്ചിത്തം അനുഷ്ഠിച്ചും നിരന്തര പ്രാർത്ഥനയിലും സ്കൂളിൽ പോകുന്ന കൊച്ച് ഞാൻ പറഞ്ഞ് ഓർമ്മിക്കുന്നുണ്ടല്ലോ, ലൂസിയ പങ്കുവച്ചിരിക്കുന്നതാണ്. ഫ്രാൻസിസ്കോയെ സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞപ്പോൾ അവൻ സ്കൂളിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവന് പറയും ചേച്ചിയോട്, ഞാൻ പള്ളിക്കൂടത്തിലോട്ട് പോരുന്നില്ല, എന്നെ താമസിച്ചതിന് സ്വർഗത്തിൽ കൊണ്ടുവന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനെന്താണ് ഇതെല്ലാം പഠിക്കാൻ വരുന്നത്? അപ്പോൾ ഞാനിവിടെ ഈ പള്ളിക്കകത്ത് കയറി മറിഞ്ഞിരിക്കുന്ന ഈശ്വരൻ്റെ അടുത്തിരുന്നോളാം. നിങ്ങൾ ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം 4 മണിക്കായിരിക്കാം, ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ എന്നെ വിളിച്ചാൽ മതി. ഇപ്പോൾ രാവിലെ 9:30-ക്കോ 9:45-നോ പള്ളിക്കകത്ത് കയറുന്ന കുട്ടി ക്ലാസ് കഴിഞ്ഞ് ചേച്ചി ലൂസിയെ പറ്റും വരുന്നിടം വരെ ഈ പള്ളിക്കകത്തിരുന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ചെയ്തു ഫ്രാൻസിസ്കോ. അവർ വീട്ടിലായിരിക്കുമ്പോഴും ആരെയും ഇങ്ങോട്ട് വർത്തമാനം പറയാൻ പോലും ഇഷ്ടമില്ല. ദർശനക്കാർ പിള്ളേരെ കാണാൻ വേണ്ടി ആൾക്കാർ അവിടെ നിന്ന് ഇവിടുന്നെല്ലാം വരുമ്പോൾ ഇവരെ ഒളിച്ചോടുകയാണ്, പോയി പാത്തിരിക്കുകയാണ്. എന്നിട്ട് എന്തിനാ? പ്രാർത്ഥിക്കാൻ. ഒരു നിമിഷം പോലും ജസ്യന്ത പറയുന്നുണ്ട്, എനിക്കിപ്പോൾ ആൾക്കാരുടെ മിണ്ടാൻ പോലും അറിയത്തില്ലെന്നായി, എനിക്ക് മിണ്ടാൻ വിഷയമൊന്നുമില്ല, എനിക്ക് പ്രാർത്ഥിക്കണം. എന്തുമാത്രം പേരാ നരകത്തിൽ പോയി നശിക്കുന്നത്. സ്വർഗസ്വനായ പിതാവ് എന്തുമാത്രം വേദനിക്കുന്നു. പശുത്തെ നമ്മൾ എന്തോ ആവശ്യപ്പെട്ടത്, അതുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിക്കണം. ഭീകരമായ സഹനങ്ങളും രോഗങ്ങളും നമ്മൾ നേരത്തെ കണ്ടതാണ്. ആ സ്പാനിഷ് ഫ്ലൂ എന്ന് പറയുന്ന 100 നൂറ്റാണ്ട് മുമ്പുള്ള വലിയ മഹാമാരി ഇന്ന് കൊറോണ ലോകത്തെ ബാധിച്ചിരിക്കുന്ന പോലെ 100 വർഷം മുമ്പുണ്ടായ ഇതേ കാലഘട്ടത്തിൽ 2019-20 വർഷങ്ങളുണ്ടായ മഹാമാരിയിൽ പെട്ട് എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ മരിച്ചു. ആ വേദിയിൽപ്പെട്ടാണ് ഈ ഫ്രാൻസിസ് ജസ്റ്റിനായി മരിക്കുന്നത്. അപ്പോൾ ആ ഒരു സഹനത്തിൽ കൂടെ അവർ ഭീകരമായ രീതിയിൽ കടന്നു പോകുമ്പോഴും അമ്മ അവർ സന്ദർശിക്കാൻ എത്തുന്നുണ്ടായിരുന്നു. നമ്മളത് പിന്നെ പറഞ്ഞ പോലെ ലൂസി എഴുതി വെച്ചിട്ടുണ്ട്. ദൂരെയുള്ള ലിസ്ബൺ നഗരത്തിലെ വലിയ ആശുപത്രിയിൽ ഈ പ്രത്യേകിച്ച് പകർച്ചവ്യാധിയും കൂടി ആയതുകൊണ്ടായിരിക്കും ആരും ഇല്ലാതെ ഒറ്റയ്ക്ക് കിടക്കുകയാണ് ഈ ജസീന്ത കൊച്ചെ മരിക്കാൻ. ഫ്രാൻസിസ് അതിന് മുമ്പ് തന്നെ മരിച്ചിരുന്നു. അപ്പോൾ ഇന്ന് നമുക്കറിയാം കൊറോണ ബാധിച്ചൊരു വ്യക്തിയെ കൂടെ കിടത്തുമാരും കൂടെ നിൽക്കാൻ ആളില്ല, ചെല്ലാൻ പറ്റുകയാണ്, പകർച്ചവ്യാധിയാണ്. അപ്പോൾ ആ അവസ്ഥയിലാണ് അന്ന് അവിടെ ആശുപത്രിയിൽ കൊണ്ട് കിടത്തിയിരിക്കുകയാണ്. അമ്മ നേരത്തെ പറഞ്ഞിരുന്നു, നീ മരിക്കുമ്പോൾ നീ തനിച്ചായിരിക്കും, നിന്റെ കൂടെ വീട്ടിൽ നിന്ന് ആരും കാണില്ല, ഞാൻ വരും. ആ കൊച്ചിന് ഉറപ്പ് കൊടുത്തിരുന്നു. വീട്ടിൽ നിന്ന് ആരും കാണില്ലാത്തൊരു നൊമ്പരല്ല കുഞ്ഞിനുണ്ട്. ആ കുഞ്ഞിന് പറഞ്ഞ് കരയുന്നുണ്ട് ചേച്ചിയുടെ ലൂസിയുടെ മക്കളൊക്കെ. പക്ഷേ അവിടെ ചേർത്ത് പറയും, ആ സകലം ഞാൻ കാഴ്ചവെക്കും, പക്ഷെ അമ്മ എന്നെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും, അത് മതി. അങ്ങനെ ആ കൊച്ചിൻ്റെ മക്കൾ അമ്മ എത്തി. 6 മാസം 2017 മെയ് 13 മുതൽ 6 മാസക്കാലം എല്ലാ 13-ാം തീയതി അമ്മ പ്രത്യക്ഷപ്പെട്ടു. ഒക്ടോബർ 13 കൂടെ പ്രതിഷ്ഠീകരണങ്ങൾ പൂർത്തിയായി. അതുകൊണ്ട് നിന്നില്ല അമ്മ. പിന്നെയും ഈ കുഞ്ഞുങ്ങളുടെ മക്കൾ അനേക അവസരങ്ങളിൽ വന്നുകൊണ്ടേയിരുന്നു, പറഞ്ഞുകൊണ്ടേയിരുന്നു പല കാര്യങ്ങളും. പണ്ടത്തെ സമയം വെളിപ്പെടുത്തി കൊടുത്തിരുന്നു. അത് വെച്ച് കുഞ്ഞുങ്ങൾ കൃത്യം അറിയാമായിരുന്നു. മരിക്കാൻ നേരത്ത് ഈ ജസീന്ദയുടെ മക്കള് അമ്മ വന്ന് കൂട്ടിക്കൊണ്ട് പോയി, നീ തനിച്ചേ ഉള്ള ഈ പക്ഷെ ഞാനുണ്ടായിരിക്കും. ആ കുഞ്ഞിന്റെ ആശ്വാസം പറയുന്നതായിട്ട് ലൂസി അതിനകത്ത് എഴുതുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കാണിക്കുന്ന പശുത്തെ അമ്മ നമ്മുടെ ജീവിതത്തിൽ എന്തുമാത്രം ശ്രദ്ധിക്കുന്നു, ഇടപെടാൻ ആഗ്രഹിക്കുന്നു, നമ്മുടെ കൂടെ ഉണ്ട്. അമ്മ നമ്മുടെ എന്താണ് ആവശ്യം? ഇത് വെറുതെ ഒരു മാനുഷികമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി, ഒരു രസത്തിന് വേണ്ടി വരുന്നതല്ല. ഈശോ പറയുന്നത് ചെയ്യാൻ നമ്മൾ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ചെയ്തെങ്കിലേ നമ്മൾ ഈ 10 പ്രമാണങ്ങളുടെ കരുത്തിലൂടെ സ്വർഗോന്മുഖരായിട്ട് വളരുകയുള്ളൂ, സ്വർഗത്തിലേക്ക് എത്തുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈശോ നമ്മുടെ മുഴുവനും അമ്മയുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരുടെ വീടുകളിലേക്ക് അമ്മയെ തന്നിട്ട് കുരിശിൽ മരിക്കുന്നത്. ഇതാണ് എൻ്റെ അമ്മ. അപ്പോൾ തന്നെ ആ ശിഷ്യൻ അമ്മയെ സ്വഭവനത്തിൽ സ്വീകരിച്ചു. സ്നേഹപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ഓൺലൈൻ ധ്യാനത്തിൻ്റെ 100-ാമത്തെ സെഷനാണിത്. എത്രയോ മനോഹരമാണിത്. നമ്മൾ സ്വർഗീയ അമ്മയുടെ നമുക്കിത് ചെലവഴിക്കാൻ സാധിച്ചത്. നമുക്ക് കുറച്ചുകൂടെ അമ്മയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ജപമാലയും നമ്മുടെ പ്രാർത്ഥനയുടെ കടന്നു പോകുന്നതിനെ കുറിച്ച് അടുത്ത ശ്രദ്ധയിലേക്ക് വരാം. ഇപ്പം നമുക്ക് നമ്മുടെ ഉള്ളങ്ങളെ പ്രാർത്ഥനാപൂർവ്വം ദീപികാന സന്നിധി നമുക്ക് ചേർക്കാം. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ, പരിശുദ്ധൻ
പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹ കർത്താവേ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. തിരുവോസ്തിരൂപനായി ഞങ്ങളുടെ മധ്യത്തിൽ കടന്നു വരുന്ന ഈശോയെ, ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് അങ്ങ് ഞങ്ങൾ സ്വീകരിക്കുന്നു, അങ്ങ് ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. ഈ 100 ദിവസങ്ങളെ ഓർത്ത് ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയോടൊപ്പം അങ്ങയുടെ പാദങ്ങളിൽ ഇരുന്നു കൊണ്ട് അങ്ങ് പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കാനായിട്ട് അങ്ങ് ഞങ്ങൾക്ക് വലിയ അനുഗ്രഹം തന്നല്ലോ. പരിശുദ്ധ അമ്മേ, ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ. ഈശോയ്ക്ക് ചേർന്ന മക്കളാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ. ലോകത്തിലെ മനുഷ്യരുടെ ഏറ്റവും ശക്തയായ സ്ത്രീയാണ് അങ്ങ് എന്ന നാഷണൽ ജിയോഗ്രഫിക് മാസിക പഠനം നടത്തി പ്രസ്താവിച്ചിരിക്കുന്നല്ലോ. അമ്മേ, എത്രയോ മനോഹരമാണത്. അതിന് കാരണം അമ്മ ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, പുത്രനോടുള്ള രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഞങ്ങളെല്ലാവരെയും ഈശോ വഴിയുള്ള സ്വർഗഭവനത്തിലേക്കുള്ള യാത്രയിലേക്ക്, വഴിയിലേക്ക് ചേർത്ത് വെക്കുന്നു. 10 പ്രമാണങ്ങളുടെ വെളിപ്പെട്ട ദൈവത്തിൻ്റെ തിരുമനസ് ഈശോയിലൂടെ പൂർണ്ണമായി വെളിപ്പെട്ട് കിട്ടിയത്, അതനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷമായിരിക്കണം. ഈശോയാകുന്ന വഴി ദിടംബരം വ്യതിരിച്ച് പോകരുത് എന്ന് എത്ര നിഷ്കർഷയോടെ അമ്മ അനുശാസിക്കുന്നു. കണ്ണീരോടെ രക്തക്കണ്ണീരൊഴുക്കി ആവിട്ട് കരഞ്ഞുകൊണ്ടും കാറിക്കൊണ്ടും അമ്മേ, കിബോഹായിലും മറ്റ് നിരവധിയായ സഭ അംഗീകരിച്ചതും കിട്ടിയിട്ടില്ലെങ്കിൽ പരസ്യമായി സ്വീകരിക്കപ്പെട്ടിട്ടുള്ളതും പിന്നെ വിപ്രാസയമ്മയുടെ ജീവിതത്തിലെ പോലെ സ്വകാര്യമായിട്ടുള്ളതുമായ എത്രയോ അവസരങ്ങളിൽ അമ്മ ഇടപെട്ട് ഈ ഒരു ബോധ്യം തന്നിരിക്കുന്നു. പശ്ചാത്തപിക്കണം, പാപങ്ങൾ ഒഴിവാക്കണം, മാനസാന്തരപ്പെടണം, അനുരഞ്ജനപ്പെടണം, ഹൃദയപൂർവ്വം ക്ഷമിക്കണം, ഒരുപാട് പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണം. ഇങ്ങനെ ദൈവമായ പിതാവ് കലാകാലങ്ങളിൽ മോശ വഴി 10 പ്രമാണങ്ങളിലൂടെയും പിന്നെ പ്രവാചകന്മാർ വഴിയും ഈശോ വഴി വെളിപ്പെടുത്തിയ കാര്യങ്ങളെല്ലാം അനുസരിച്ച് മുന്നേറാൻ അമ്മ ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ലോകമെമ്പാടും അനേകർക്ക് അനേക രീതിയിൽ പ്രത്യക്ഷപ്പെട്ടും അടയാളങ്ങൾ കാണിച്ചും കരഞ്ഞും അമ്മ ആവശ്യപ്പെടുന്നല്ലോ. ഇതെല്ലാം അറിയാമായിരുന്നിട്ടും കേട്ടിട്ടും മനസ്സിലാക്കിയിട്ടും ഇപ്പോഴും ഞങ്ങളുടെ ജീവിതം എത്രയോ യാന്ത്രികമാണ്. ഞങ്ങൾ ലോകത്തിൻ്റെ മക്കളും ജഡികരുമാണ്. ഫാത്തിമാരെ കൊച്ചു കുഞ്ഞുങ്ങൾ എന്തുമാത്രം രൂപാന്തരപ്പെട്ടു, എന്തുമാത്രം പ്രായശ സേവനത്തിലേക്ക് അവർ വന്നു, എന്തുമാത്രം പ്രാർത്ഥന വ്യക്തികളായിട്ട് അവർ മാറി. കിബോഹായിൽ ആ ദുരന്തം ഒഴിവാക്കാൻ അമ്മ ആഗ്രഹിച്ചു, പക്ഷേ അത് തിരിച്ചറിഞ്ഞില്ല ആരും. അവിടെ ദുരന്തം സംഭവിച്ചു. അത് കഴിഞ്ഞ് അനേകർ അവിടെ എന്തുമാത്രം പ്രാർത്ഥനയായിട്ട് മുന്നോട്ട് നീങ്ങുന്നു. ഫാത്തിമായാലും അമ്മ 2ാം ലോകമഹായുദ്ധം വരും, തീക്ഷണമായിട്ട് പ്രാർത്ഥിക്കണം, പ്രായശ്ചിത്തം അനുഷ്ഠിക്കണം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മുന്നറിയിപ്പ് നൽകി. പക്ഷെ ആരും അത് കേട്ടില്ല. അത് കേട്ടവർ തന്നെ അത്ര ഗൗരവത്തിലെടുത്തില്ല. ചുരുക്കം പേര് ഗൗരവത്തിലെടുത്തുവെങ്കിലും ആ തിന്മയെ തടഞ്ഞു നിർത്താൻ മാത്രമുള്ള ദൈവശക്തി പ്രാർത്ഥന വഴി ആരും ഡൗൺലോഡ് ചെയ്തെടുത്തില്ല. അമ്മ ഇത് തന്നെയാണ് ഇന്നും ആവർത്തിക്കുന്നത്. അമ്മയെ അറിഞ്ഞ മക്കള്, ഈശോയെ അറിഞ്ഞ ദൈവജനമായ ഞങ്ങൾ എത്രയോ അലംഭാവത്തിൽ, അലസതയിൽ, അശ്രദ്ധയിലുമാണ്. അമ്മേ, ഞങ്ങൾക്ക് തീക്ഷ്ണത ഹൃദയം വാങ്ങിത്തരണമേ. തീക്ഷ്ണതയുള്ള ഹൃദയം, അനുതാപം നിറഞ്ഞ ഹൃദയം, ഗൗരവമുള്ള ഹൃദയം, പ്രാർത്ഥനാ ചൈതന്യം നിറഞ്ഞ പരിഹാര ചൈതന്യ ഹൃദയം ഞങ്ങൾക്ക് അമ്മയെ വാങ്ങിത്തരണമേ. അമ്മയുടെ ഒരു ഹൃദയത്തിലേക്ക് ഞങ്ങളെ തന്നെ വലിയ നന്ദിയുടെ ഹൃദയത്തോടെ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങൾ ചേർത്ത് പിടിച്ച് രൂപാന്തരപ്പെടുത്തണമേ. സന്തോഷം നിരന്തരം മാധ്യസ്ഥം വഹിക്കണമേ. കർത്താവായ ദൈവമേ, കത്തോലിക്കാ സഭയിലെ എളിയ ദാസനെ കനിഞ്ഞു നൽകിയ ശുശ്രൂഷ പൗരോഗത്തിന്റെ അഭിഷേക അധികാരം അനുസരിച്ചും പാലാരൂപതയുടെ വാഗോൺ മണ്ഡപ ധ്യാന കേന്ദ്രത്തിലെ നിയമനാധികാരം അനുസരിച്ചും
ഞങ്ങളുടെ പരിശുദ്ധ പരമദിവികാരൻ്റെ തിരുസാന്നിധ്യം കരങ്ങൾ സംഭവിച്ചുകൊണ്ട് അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളുടെ മേൽ അങ്ങയുടെ ആശീർവാദം നൽകുന്നു. ഈശോമിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സ്നേഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നമ്മുടെ എല്ലാ നിയോഗ മേഖലകളോടും പ്രിയപ്പെട്ടവരോടും കൂടെ വളരെ പ്രത്യേകമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥന കാഴ്ചവെച്ചും ത്യാഗങ്ങൾ സമർപ്പിച്ച ഓരോ വ്യക്തികളും കൂടെ 100 ഇരട്ടിയായിട്ടും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.